പ്രഗൽഭ താബിആയ ഹസനുൽ ബസ്രി റഹിമഹുല്ല പറയാണ്, ഇന്നല്ലാഹ ഇഫ്തതഹ അസ്സനത ബിശഹ്രിൻ ഹറാം. ഒരു മാസം ഒരു കൊല്ലത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന മാസത്തെ അള്ളാഹു പവിത്രമായ മാസമാക്കി, മുഹറം. വഖ്തതമഹ ബിശഹ്രിൻ ഹറാം. ഒരു വർഷം അവസാനിക്കുമ്പോൾ ആ അവസാനിക്കുന്ന വർഷത്തെയും മാസത്തെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസമാക്കി, ദുൽഹിജ്ജ. 4 മാസം പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളിൽ ഇഫ്തിതാഹ്, ഒരു കൊല്ലം തുടങ്ങുന്ന മാസം മുഹറം, അത് പവിത്ര മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്ര മാസമാണ്. ആ കൊല്ലം അവസാനിക്കുന്നത് ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണ് എന്ന് പഠിപ്പിച്ച പറയപ്പെട്ട മാസങ്ങളിൽ പെട്ട മാസമാണ് ദുൽഹിജ്ജ. അപ്പോൾ ഒരാൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാളൊന്ന് ഉണരുകയാണ്. കരുതിച്ചാൽ പഠിച്ചവനെ മുഹറമോ? മുഹറം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കത്തിത്തീർന്നു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കൊല്ലം കത്തിത്തീർന്നു. മനുഷ്യർ മൂഢന്മാരാണ്, നമുക്കറിയാം. നമ്മളെല്ലാം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആഘോഷത്തിന്, ഫെസ്റ്റിവലിന് വേണ്ടി കൊതിക്കുന്നവരാണ് നമ്മൾ. എന്ത് കിട്ടിയാലും ആഘോഷിക്കണം, നമുക്ക് എൻ്റർടൈൻ ചെയ്യണം, നമുക്ക് സന്തോഷിക്കണം. അതിന് അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഫെസ്റ്റിവലുകൾ നമ്മൾ നിർമ്മിക്കുകയാണ്. മൂഢരായ മനുഷ്യർ അവർ ആയുസ് തീരുമ്പോൾ പോലും സന്തോഷിക്കും, ഹാപ്പി ന്യൂ ഇയർ എന്നേ പറയൂ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ നമ്മളത് മാറി, അറബി മാസം വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും വരികയാണ്. സംഘടനാ നേതാക്കളും ഉസ്താദുമാരും മൗലവിമാരൊക്കെ അവർക്ക് സ്റ്റാറ്റസ്. ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. കുളു മണാലിയോ അവിടെ പോയാൽ നമുക്ക് സ്റ്റാറ്റസ് ഇടണം. മടങ്ങി വരുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇടണം. പോകുമ്പോൾ സ്റ്റാറ്റസ് ഇടണം. ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റാറ്റസ് ഇടണം. കഴിച്ചാൽ സ്റ്റാറ്റസ് ഇടണം. എല്ലാത്തിനും സ്റ്റാറ്റസ് ഇടണം. അപ്പോൾ മുഹറം കിട്ടിയാൽ അവിടെയോ സ്റ്റാറ്റസ്. എന്ത്? ഹാപ്പി മുഹറം, ന്യൂ ഇയർ. ഓരോന്നോരും നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ ഒരാൾ പോലും ചിന്തിക്കാതെ പോകുന്നത്, അല്ലാഹുവേ, നീ തന്ന ആയുസ്സിൽ ഉംറിൽ നിന്ന് ഒരു കൊല്ലം തീർന്നു. കഴിഞ്ഞ കൊല്ലം മുഹറം വന്നു, സഫർ വന്നു, റബിയുൽ അവ്വൽ വന്നു, റബിയുൽ ആഖിർ വന്നു, അതുപോലെ തന്നെ റമളാൻ വന്നു. ഈ റമളാനിലും അതുപോലെ കഴിഞ്ഞുപോയ മാസങ്ങളിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ആ നേരങ്ങളിലൊക്കെ എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ ഒന്നുമില്ല, ബ്ലാങ്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊല്ലം എന്ത് സമ്പാദിച്ചു എന്നുള്ളത് ചോദ്യമാണ് റബ്ബിൻ്റെ മുന്നിൽ. എന്ത് നേടി എന്നുള്ളത് ചോദ്യമാണ്. എന്ത് നേടി എന്നുള്ള ചോദ്യമാണ്. കാരണം അള്ളാഹു നമുക്ക് തന്ന ഫ്യൂവലാണിത്. മാസം എന്ന് പറഞ്ഞാൽ, കൊല്ലം എന്ന് പറഞ്ഞാൽ, ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ, വമൽ മർഉ ഇല്ലാ റാകിബു ളഹ്റ ഉംരിഹി അലാ സഫരി യുഫനിഹി ബിൽ യൗമി വശഹരി യബീതു വയുൽഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ കബരി. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, നേതാക്കളെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്ത് കൊണ്ട് ഈ മഹത്തായ സദസ്സിൽ സംബന്ധിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു. ഇത്തരം സദസ്സുകൾ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന വലിയ സൗഭാഗ്യങ്ങളാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്വീകരിക്കുകയും അല്ലാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ട് ചെലവഴിക്കാൻ കഴിയുകയും ചെയ്യുന്ന സമയമാണിത്. ഐഹിക ലോകത്ത് അല്ലാഹു നമുക്ക് തന്നത് നിരവധി നിഅമത്തുകളാണ്. ഇന്ന് രാവിലെ കായംകുളത്ത് MSM ലീഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അവിടെ ഞാൻ എൻ്റെ മുന്നിലുള്ള കുട്ടികളോട് ചോദിച്ചു, നിങ്ങളിൽ ആരാണ് സാധുക്കളായ
പാവങ്ങളായ ആളുകളുള്ളത്. അവർ കൈപൊക്കാൻ മടിച്ചു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ മില്യനേഴ്സുകളായ ആളുകൾ, കോടീശ്വരന്മാരായ ആളുകൾ ആരാണുള്ളത്? അപ്പോഴും അവരാരും കൈപൊക്കിയില്ല. എല്ലാവരും സൈലൻ്റായിരുന്നു. അപ്പോൾ മില്യനേഴ്സുകളുമില്ല, സാധുക്കളുമില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാവരും മില്യനേഴ്സുകളാണ്. അപ്പോൾ അവരുടെ മുഖത്തൊരു ചെറിയ ചിരി വിടർന്നു. ഞങ്ങളെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് അതിസമ്പന്നരായത് എന്ന തരത്തിലൊരു പുഞ്ചിരി അവരുടെ മുഖത്ത് വിരിഞ്ഞു. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കുന്നില്ലേ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന്? ആ ചോദ്യം അവരിലേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ChatGPT ചോദിച്ചു കൊള്ളുക, നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസ് അതിന് എത്ര വില വരും എന്ന്. നിങ്ങളുടെ കരളിന് എത്ര വില വരുമെന്ന്, നിങ്ങളുടെ കിഡ്നിക്ക് എത്ര വില വരുമെന്ന്. ഒരു മനുഷ്യൻ്റെ കരൾ കേടുവന്നാൽ അതൊന്ന് ചികിത്സിക്കണമെങ്കിൽ, അതൊന്ന് മാറ്റിവെക്കണമെങ്കിൽ ചുരുങ്ങിയത് ഏറ്റവും ലോ ലെവലിൽ 30-40 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ കിഡ്നി കേടുവന്നാൽ അതൊന്ന് മാറ്റിവെക്കണമെങ്കിൽ ചുരുങ്ങിയത് 20 ലക്ഷം രൂപ ആവശ്യമുണ്ട്. ഒരു മനുഷ്യൻ്റെ വൻകുടലോ ചെറുകുടലോ ഒന്ന് മാറ്റിവെക്കണമെങ്കിൽ അതിന് ചെലവാകുന്ന പണം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തു തരാൻ നിങ്ങൾ ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ChatGPT ചോദിച്ചാൽ ഏകദേശം എത്ര വരും എന്ന കണക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ ലക്ഷോപലക്ഷം രൂപ വില വരുന്ന അത്രയും മൂല്യമുള്ള സംവിധാനങ്ങളുമായി ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. പക്ഷേ 5 നയാ പൈസ ഇതിനു വേണ്ടി ഇതുവരെ നമ്മൾ മുടക്കി കിട്ടിയതല്ല. ഇതൊക്കെ സൗജന്യമായി ഒരുവൻ തന്നതാണ്, ഒറ്റ ഒരാൾ. ഈ നിഅമത്തുകൾ മുഴുവനും തന്നത് ഒറ്റ ഒരാളാണ്, രണ്ടാമതൊരുത്തനില്ല. അവൻ്റെ പേരാണ് അല്ലാഹു. അവൻ്റെ പേരാണ് റബ്ബുൽ ആലമീൻ. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുഴുവനും നമുക്ക് തന്നു എന്നുള്ളത് കൊണ്ടാണ് നന്ദിയുള്ളവരായി ജീവിക്കാൻ അല്ലാഹു നമ്മോട് പറഞ്ഞത്. ആ നന്ദി എങ്ങനെയാണ് എന്ന് സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പഠിപ്പിച്ചു. ഫദ്കുറൂനി അദ്കുറുകും വശ്കുറൂ ലീ വലാ തക്ഫുറൂൻ. നിങ്ങൾ എനിക്ക് ദിക്ർ ചെയ്യ്, നിങ്ങൾ എനിക്ക് ദിക്ർ ചെയ്യ്. അവിടെയും അല്ലാഹു അവന്റെ കാരുണ്യം പ്രകടമാക്കുകയാണ്. ഫദ്കുറൂനി അദ്കുറുകും. നിങ്ങൾ എനിക്ക് ദിക്ർ ചെയ്താൽ നിങ്ങളെയും ഞാൻ ഓർക്കുന്നതാണ്. നിങ്ങൾ എന്നെ ഓർത്താൽ നിങ്ങളെയും ഞാൻ ഓർക്കുന്നതാണെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുമ്പോൾ അതിനെ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. നിങ്ങൾ സ്വന്തം ഒറ്റക്കിരുന്നിട്ടാണ് നിങ്ങൾ എനിക്ക് ദിക്ർ ചെയ്യുന്നതെങ്കിൽ അല്ലാഹു പറയാണ്, ഞാനും ആരോടും പറയാതെ നിങ്ങളെക്കുറിച്ച് ദിക്ർ ചെയ്യും എന്ന്. റബ്ബിൻ്റെ കാരുണ്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലാഹു പറയാണ് ഖുദ്സിയായ ഹദീസിലൂടെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാൻ, ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. നിങ്ങൾ ഒരാളോടും മിണ്ടാതെ ഒറ്റക്കിരുന്ന് ദിക്ർ ചെയ്യാണോ എങ്കിൽ ഞാനും ആരോടും പറയാതെ ഒറ്റക്ക് ദിക്ർ ചെയ്യും, നിങ്ങൾ ഓർക്കും. വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻ. നിങ്ങളൊരു സംഘത്തിൻ്റെ മുന്നിൽ ഇരുന്നു കൊണ്ടാണ് എനിക്ക് ദിക്ർ ചെയ്യുന്നതെങ്കിൽ, ഒരു വലിയ സംഘത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നതെങ്കിൽ, അതിനേക്കാളും ഉത്തമരായ ആളുകളുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ പറയും. ആരായി പറയുന്നത്? റബ്ബുൽ ആലമീനായ അല്ലാഹു.
വഇൻ ദക്കറനി ഫീ മലഇൻ ദക്കർതുഹു ഫീ മലഇൻ ഖൈറിൻ മിൻഹും. നിങ്ങളൊരു സംഘത്തിന്റെ മുന്നിലിരുന്നു കൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുന്നതെങ്കിൽ, എന്നെ ദിക്ർ ചെയ്യുന്നതെങ്കിൽ, അവരെക്കാളും ഉത്തമരായ ഒരു സംഘത്തിന്റെ മുന്നിൽ ഇരുന്നു കൊണ്ട് അവരുടെ മുന്നിൽ നിങ്ങളെക്കുറിച്ച് ഞാൻ സ്മരിക്കും എന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതൊരവസരമാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ഓൺലൈനിൽ കേട്ടാൽ പോരെ, കാലം പുരോഗമിച്ചില്ല, നമുക്ക് വീട്ടിലിരുന്ന് കേൾക്കാലോ, എന്തിനാ ഒരു സദസ്സിൽ പോയിരിക്കുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ദിക്റിലാണ്. നമുക്കിവിടെ മറ്റൊരു കാര്യവും പറയാനില്ല. നമ്മൾ ദുനിയാവിൻ്റെ ഒരു ആവശ്യത്തിന് കൂടിയവരല്ല. നമ്മുടെ ദുനിയാവിൻ്റെ ഏതെങ്കിലും ഒരു കലിങ്ങിൻ്റെ പണിയോ പാലത്തിൻ്റെ പണിയോ റോഡിൻ്റെ പണിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയമോ വരാനിരിക്കുന്ന ഭരണകൂടമോ ഇതിനെക്കുറിച്ചൊന്നും പറയാൻ കൂടിയവരല്ല നമ്മൾ. നമ്മുടെ സദസ്സ്, സലഫികളുടെ സദസ്സ്, മുജാഹിദുകളുടെ സദസ്സ്, അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നേരത്തെ പറഞ്ഞു, അത് അള്ളാഹുവിനെ കുറിച്ച് പറയാനുള്ളതാണ്, റബ്ബിനെ കുറിച്ച് പറയാനുള്ളതാണ്. യാ അയ്യുഹല്ലദീന ആമനു ദുക്റുല്ലാഹ ദിക്റൻ കതീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹു പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, മുഅ്മിനുകളെ, ഉദ്കുറുല്ലാഹ ദിക്റൻ കതീറാ, ധാരാളമായി നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയൂ, ധാരാളമായി അള്ളാഹുവിനെ നിങ്ങൾ ദിക്ർ ചെയ്യൂ. കാരണം ഈ ലോകത്ത് അതിനേക്കാൾ വലുതൊന്നുമില്ല. വലദിക്റുല്ലാഹി അക്ബർ വല്ലാഹു യഅലമു മാ തസ്നഊൻ. വലദിക്റുല്ലാഹി അക്ബർ, ഏറ്റവും അക്ബറായിട്ടുള്ളത്, ഏറ്റവും വലുത് അള്ളാഹുവിലുള്ള ദിക്റാണ്. ദുനിയാവിൽ ഏറ്റവും വലുത് വലദിക്റുല്ലാഹി അക്ബർ. അതിനപ്പുറത്തൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്ത് വലുതായി ഒന്നുമില്ല. ആ ദിക്ർ നിങ്ങളിലുണ്ടാകണം. എങ്ങനെ? നിങ്ങളുടെ കൽബകത്ത് നിന്ന്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരണം അള്ളാഹുവിൻ്റെ ദിക്ർ. ഇഷ്ടം കൊണ്ട്, അള്ളാഹുവിനോടുള്ള ഹുബ്ബ് കൊണ്ട്, മഹബ്ബത്ത് കൊണ്ട് അതിങ്ങനെ പുറത്തു വരണം. അങ്ങനെ നമ്മെ അള്ളാഹുവിലെ ദിക്റിലാക്കുന്ന, റബ്ബിൻ്റെ ദിക്റിലാക്കുന്ന കിതാബിൻ്റെ പേരാണ് ഖുർആൻ. ബാക്കിയുള്ള നമ്മുടെ ജഡബഡാലിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ ദുനിയാ പ്രശ്നങ്ങളുമൊക്കെ മാറ്റിവെച്ച് അള്ളാഹുവിൻ്റെ ദിക്റിലേക്ക് നമ്മെ നയിച്ചു കൊണ്ടുവരുന്ന വേദഗ്രന്ഥത്തിൻ്റെ പേരാണ് ഖുർആൻ. സൂറത്ത് സുമറിൽ അല്ലാഹു പറഞ്ഞില്ലേ, അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹൻ മസാനിയ തക്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും ثم تلين جلودهم وقلوبهم إلى ذكر الله ذلك هدى الله يهدي به من يشاء ومن يضلل الله فما له من هاد. ആയത്ത് തുടങ്ങുന്നത് തന്നെ അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ് കിതാബൻ മുതശാബിഹ. അല്ലാഹു സദൃശ്യമായ മുതശാബിഹായ ഈ കിതാബ്, അഹ്സനുൽ ഹദീസായ ഏറ്റവും നല്ല വൃത്താന്തമായി കിതാബ് അവതരിപ്പിച്ചു. ഈ ഖുർആൻ, ഈ അവതരിപ്പിച്ച ഖുർആന്റെ പ്രത്യേകത എന്താണെന്നറിയോ? തക്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആ ആയത്ത് കേട്ടാൽ അവർക്ക് രോമാഞ്ചമുണ്ടാകും, രോമം എഴുന്നേറ്റ് നിൽക്കും. തക്ശഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. അള്ളാഹുവിനെ ഭയപ്പെടുന്ന മനുഷ്യരുടെ രോമം ഇങ്ങനെ എഴുന്നു നിൽക്കും അള്ളാഹിന്റെ ആയത്തുകൾ കേൾക്കുമ്പോ. അതൊരു രോമാഞ്ചം മാത്രമാണോ? അല്ല, നേരെ മറിച്ച് ആ ആയത്ത് കേട്ടുകൊണ്ട് തുമ്മത്തലീനു ജുലൂദുഹും വഖുലൂബുഹും ഇലാ ദിക്രില്ലാഹ്, അവരുടെ ശരീരവും അവരുടെ തൊലിയും അവരുടെ ഖൽബും അള്ളാഹുവിന്റെ ദിക്റിലേക്ക് വീണുപോകും. എന്നിട്ട് അല്ലാഹു പറയണത് ദാലിക ഹുദല്ലാഹി യഹ്ദീ ബിഹി മൻ യശാ. അതാണ് ഹിദായത്ത്, അതാണ് ഹിദായത്ത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദിക്റിലേക്ക്, പടച്ചവന്റെ ആ ഓർമ്മയിലേക്ക്, ദിക്റിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുക എന്നുള്ളതാണ്, കടന്നു ചെല്ലുക എന്നുള്ളതാണ്. എത്രത്തോളം ഹജ്ജ് കഴിഞ്ഞ് വന്ന ആളുകളെ കുറിച്ച് പറഞ്ഞില്ലേ? ഇപ്പോ ഹജ്ജ് കഴിഞ്ഞ ഹാജിമാര്, ആ ഹാജിമാര് വരുന്ന വേളയിൽ അവരോട് പറഞ്ഞൊരു വാചകമുണ്ട് ഖുർആൻ, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. നിങ്ങൾ ഹജ്ജ് കഴിഞ്ഞാൽ
ഹജ്ജ് കഴിഞ്ഞ് മടങ്ങിയാൽ അതോടെ ഇതാ ഞാൻ എൻ്റെ പണിയൊക്കെ പൂർത്തിയാക്കി വന്നു എന്നല്ല പറയേണ്ടത്. നേരെ മറിച്ച് ഫദ്കുറുല്ലാഹ്, അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചെയ്യണേ. കദിക്രിക്കും ആബാഅക്കും, നിങ്ങളുടെ ഉപ്പമാരെ നിങ്ങൾ ഓർക്കുന്നത് പോലെ അല്ല, ഔ അശദ്ദ ദിക്റാ, അതിനേക്കാളും ഉപരി അല്ലാഹുവിനെ ദിക്ർ ചെയ്യണേ. ഖുർആൻ പറയാണ്, ഹജ്ജ് കഴിഞ്ഞ് വരുന്ന ഹാജിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും ഓർക്കുന്നതിനപ്പുറത്ത് അല്ലാഹുവിനെ ഓർക്കണേ. ഈ ആയത്തിന്റെ തഫ്സീറിൽ മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ കഴിയും. എന്താണെന്നറിയോ? എന്താണ് ഈ പറഞ്ഞത്? ഉപ്പയെ ഉമ്മയെ ഓർക്കുന്നതിനേക്കാൾ അപ്പുറം എന്ന് പറഞ്ഞാൽ അതാ റളിയല്ലാഹു അൻഹു പറയുന്നത് ഹുവ ഖൗലി സ്വബി, അതെ, ഒരു കുഞ്ഞിന്റെ വാർത്ത പോലെയാണ്, കുഞ്ഞിന്റെ അവസ്ഥ പോലെയാണ്. കാര്യം കുഞ്ഞെപ്പോഴും അബാ വ ഉമ്മ, ഒരു കുഞ്ഞെപ്പോഴും വാപ്പാ ഉമ്മ അങ്ങനെ ഓടിച്ചെല്ലും. എവിടെ പോയാലും വാപ്പാ ഉമ്മ ഇങ്ങനെ ഓടിച്ചെല്ലും ഒരു കുഞ്ഞ്. ഇതുപോലെ ഒരു കുഞ്ഞിൻ്റെ അടുക്കിലേക്ക്, ഒരു കുഞ്ഞു ഉമ്മയുടെ അടുക്കിലേക്ക്, ഉപ്പയുടെ അടുക്കിലേക്ക് ഇങ്ങനെ നിരന്തരം ഓടിപ്പോകുന്നത് പോലെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവിന്റെ ദിക്റിലേക്ക് എപ്പോഴും നിങ്ങൾ ഓടിച്ചെല്ലണേ. അല്ലാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണേ. ഒറ്റ നിയ്യത്തോണ്ട് ഇരുത്തങ്ങോട്ട് മാറും. ആളെണ്ണം തികക്കാൻ വേണ്ടിയിട്ട് സംഘടനയാണ്, അവിടെ പോയില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അയാൾ 3 വട്ടം വിളിച്ചല്ലോ, പോകാതിരുന്നാൽ ആ നെയ്യത്തിലാണെങ്കിൽ വന്നിരുന്ന നെയ്യത്തിൽ നിങ്ങൾക്ക് പോകാം, തിരിച്ചു പോകാം. ആളൊക്കെ കണ്ടിട്ടുണ്ട്, നിങ്ങളെ വിളിച്ച ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട്, ഉഷാറായി നിങ്ങളെ അറ്റൻഡൻസ് ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അതല്ല, ഇതൊരു ദിക്റാണ്. ദിക്ർ എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറയൽ മാത്രമല്ല, ഫൽഖൽബു ബിത്തഫക്കുരി വല്ലിസാനു ബിന്നുതുഖി വൽജവാരിഹു ബിൽഅമലി, നാവ് കൊണ്ട് ദിക്റുണ്ട്, അവയവങ്ങൾ കൊണ്ട് ദിക്റുണ്ട്, ഖൽബ് കൊണ്ട് ദിക്റുണ്ട്. മഹാനായ ഇമാം നവവി റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം അദ്ദേഹത്തിന്റെ അദ്കാറിൽ, അദ്ദിക്റു യകൂനു ബിൽ ഖൽബി വയകൂനു ബിൽ ലിസാനി, നാവ് കൊണ്ടും ദിക്റുണ്ട്, ഖൽബ് കൊണ്ടും ദിക്റുണ്ട്, ജവാരിഹ് അവയവങ്ങൾ കൊണ്ടും ദിക്റുണ്ട്. മനസ്സിലാക്കണം, നടത്തം കൊണ്ട്, ഇരുത്തം കൊണ്ട്, കിടത്തം കൊണ്ടൊക്കെ ദിക്റാണ്. ആ ദിക്റുകൾ നടത്തുന്ന കൂട്ടത്തിൽ വലിയൊരു ദിക്റാണ് മജാലിസുൽ ദിക്രി ഹിയ മജാലിസുൽ ഹലാലി വൽ ഹറാം. കൈഫ തസ്തരി വതബിഅ വതുസല്ലി വതുസൂം വതുൻകിഹു വതുതല്ലിഖു വതുതല്ലിഖു വതഹജ്ജു വഅശ്ബാഹു ഹാദാ. എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് കച്ചവടം ചെയ്യേണ്ടത്, എങ്ങനെയാണ് വാങ്ങേണ്ടത്, കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നോമ്പ് നോക്കേണ്ടത്, എങ്ങനെയാണ് വിവാഹം കഴിക്കേണ്ടത്, ഇങ്ങനെ അള്ളാഹു പഠിപ്പിച്ച ഹലാല് ഹറാമുകളെ സംബന്ധിച്ച് പറയുന്ന സദസ്സുകൾ മജാലിസു ദിക്ർ, ദിക്റിന്റെ മജ്ലിസാണ്. അത് ദിക്റിന്റെ മജ്ലിസാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഇരുത്തം, നമ്മുടെ ഈ ഇരുത്തം, അത് അള്ളാഹുവിന്റെ ദിക്റിലാക്കി തീർക്കാൻ നമുക്ക് കഴിയണം, റബ്ബിന്റെ ദിക്റിലാക്കി തീർക്കാൻ നമുക്ക് കഴിയണം. കാരണം ഒരു സെക്കൻഡ് നേരം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ അവകാശമില്ല നമുക്ക്. ഒരു സെക്കൻഡ് നേരം. ഖുർആൻ അതുകൊണ്ടല്ലേ പറഞ്ഞത് വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ഒരു സംഘം ആളുകൾ അവർ ബുദ്ധിയുള്ളവരാണ്, അവർ ഉലുൽ അൽബാബാണ്. ആ ഉലുൽ അൽബാബ് ആരാണ്, ബുദ്ധിയുള്ളവരാരാണെന്ന് ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവർ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും പാശങ്ങളിൽ ചാഞ്ഞു കിടന്നുകൊണ്ടും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്നവരാണ്. ഒരു സെക്കൻഡ് നേരം അള്ളാഹുവിന്റെ ദിക്റിൽ നിന്ന് വിട്ടുപോകാൻ നമുക്ക് അവകാശമില്ല. അങ്ങനെയാണ് അള്ളാഹു എല്ലാം ക്രമീകരിച്ചു തന്നത്. റബ്ബ് തആല നമുക്കുള്ളതെല്ലാം ക്രമീകരിച്ചു തന്നത് ആ രൂപത്തിലാണ്. ഇപ്പൊ നമുക്കറിയാം, മാസം അല്ലാഹു തന്നു, മുഹറത്തിലാണ് നമ്മൾ. ഈ മുഹറത്തിൽ നമ്മൾ ജീവിക്കുമ്പോ, മുഹറത്തിൽ നമ്മൾ കഴിയുമ്പോൾ അള്ളാഹു നമുക്ക് വേണ്ടി ഒരുക്കി തന്ന സൗകര്യം നിങ്ങൾ ഓർത്തു നോക്ക്. ഒരു മാസം കഴിഞ്ഞു, അടുത്ത മാസത്തിലേക്ക് വന്നു, കലണ്ടർ മാറി. ഇതൊന്നുമല്ല. നേരെ മറിച്ച് പ്രഗൽഭ താബിഈ ഹസനുൽ ബസ്രി റഹിമഹുല്ലാഹ് പറയാണ്, ഇന്നല്ലാഹ ഇഫ്തതഹ സനത ബിശഹ്രിൻ ഹറാം. ഒരു മാസം ഒരു കൊല്ലത്തിൽ നിന്ന് തുടങ്ങുമ്പോൾ ആ തുടങ്ങുന്ന മാസത്തെ അള്ളാഹു പവിത്രമായ മാസമാക്കി, മുഹറം. ഒരു വർഷം അവസാനിക്കുമ്പോൾ
ആ അവസാനിക്കുന്ന വർഷത്തെയും മാസത്തെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ മാസമാക്കി ദുൽഹിജ്ജ. 4 മാസം പവിത്രമാണ്. ആ പവിത്രമായ മാസങ്ങളിൽ ഇഫ്തിതാഹ്, ഒരു കൊല്ലം തുടങ്ങുന്ന മാസം മുഹറം, അത് പവിത്ര മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞ പവിത്ര മാസമാണ്. ആ കൊല്ലം അവസാനിക്കുന്നത് ദുൽഹിജ്ജ. ദുൽഹിജ്ജ മാസത്തിന്റെ പ്രത്യേകത മിൻഹാ അർബഅത്തുൻ ഹുറും, 4 മാസം പവിത്രമാണോ എന്ന് പഠിപ്പിച്ച പറയപ്പെട്ട മാസങ്ങളിൽ പെട്ട മാസമാണ് ദുൽഹിജ്ജ. അപ്പോൾ ഒരാൾ മുഹറത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അയാളൊന്ന് ഉണരുകയാണ്. കരുതിച്ചാൽ പഠിച്ചവനെ മുഹറമോ? മുഹറം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആയുസ്സിൽ നിന്ന് ഒരു കൊല്ലം കത്തിത്തീർന്നു കഴിഞ്ഞു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു കൊല്ലം കത്തിത്തീർന്നു. മനുഷ്യർ മൂഢന്മാരെ നമുക്കറിയാം. നമ്മളെല്ലാം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആഘോഷത്തിന്, ഫെസ്റ്റിവലിന് വേണ്ടി കൊതിക്കുന്നവരാണ് നമ്മൾ. എന്ത് കിട്ടിയാലും ആഘോഷിക്കണം, നമുക്ക് എൻ്റർടൈൻ ചെയ്യണം, നമുക്ക് സന്തോഷിക്കണം. അതിന് അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കുകയാണ്, ഫെസ്റ്റിവലുകൾ നമ്മൾ നിർമ്മിക്കുകയാണ്. മൂഢരായ മനുഷ്യർ അവർ ആയുസ് തീരുമ്പോൾ പോലും സന്തോഷിക്കും. ഹാപ്പി ന്യൂ ഇയർ എന്നേ പറയൂ. ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ നമ്മളത് മാറി. അറബി മാസം വരുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും വരികയാണ്. സംഘടനാ നേതാക്കളും ഉസ്താദുമാരും മൗലവിമാരൊക്കെ അവർക്ക് സ്റ്റാറ്റസ്. ചിലപ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. കുളു മണാലിയോ അവിടെ പോയാലും നമുക്ക് സ്റ്റാറ്റസ് ഇടണം. മടങ്ങി വരുമ്പോൾ നമുക്ക് സ്റ്റാറ്റസ് ഇടണം. പോകുമ്പോൾ സ്റ്റാറ്റസ് ഇടണം. ഫുഡ് കഴിക്കുമ്പോൾ സ്റ്റാറ്റസ് ഇടണം. കഴിച്ചാൽ സ്റ്റാറ്റസ് ഇടണം. എല്ലാത്തിനും സ്റ്റാറ്റസ് ഇടണം. അപ്പോൾ മുഹറം കിട്ടിയാൽ അവിടെയോ സ്റ്റാറ്റസ്. എന്ത്? ഹാപ്പി മുഹറം, ന്യൂ ഇയർ. ഓരോന്നോരും നമ്മൾ ഉണ്ടാക്കണം. പക്ഷെ ഒരാൾ പോലും ചിന്തിക്കാതെ പോകുന്നത്, അല്ലാഹുവേ നീ തന്ന ആയുസ്സിൽ ഉംറിൽ നിന്ന് ഒരു കൊല്ലം തീർന്നു. കഴിഞ്ഞ കൊല്ലം മുഹറം വന്നു, സഫർ വന്നു, റബീഉൽ അവ്വൽ വന്നു, റബീഉൽ ആഖിർ വന്നു, അതുപോലെ തന്നെ റമളാൻ വന്നു. ഈ റമളാനിലും അതുപോലെ കഴിഞ്ഞുപോയ മാസങ്ങളിലുമൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ആ നേരങ്ങളിലേക്ക് എനിക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏതെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു, എന്തെല്ലാം ചെയ്യേണ്ടിയിരുന്നു. പക്ഷെ ഒന്നുമില്ല, ബ്ലാങ്കാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു കൊല്ലം എന്ത് സമ്പാദിച്ചു എന്നുള്ളത് ചോദ്യം റബ്ബിൻ്റെ മുന്നിൽ. എന്ത് നേടി എന്നുള്ളത് ചോദ്യമാണ്. എന്ത് നേടി എന്നുള്ള ചോദ്യമാണ്. കാരണം അള്ളാഹു നമുക്ക് തന്ന ഫ്യുവലാണിത്. മാസം എന്ന് പറഞ്ഞാൽ, കൊല്ലം എന്ന് പറഞ്ഞാൽ, ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ വമൽ മർഉ ഇല്ലാ റാകിബുൽ ലഹ്റ ഉംരിഹി അലാ സഫരി യുഫനിഹി ബിൽ യൗമി വശഹരി യബിതു വയുൽഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ കബരി. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ സഞ്ചാരിയാണ്, യാത്രികനാണ്. നമ്മുടെ ശൈശവം കടന്നു, കൗമാരം കടന്നു, യുവത്വം കടന്നുകൊണ്ടിരിക്കുന്നു, നമ്മുടെ മുടി നരച്ചുകൊണ്ടിരിക്കുന്നു, എല്ലുകൾക്ക് ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, തൊലികൾ ചുക്കിച്ചുളുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഇങ്ങനെ കഴിയും തോറും നമ്മുടെ ഫ്യുവലാണ് ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങളായി, മാസങ്ങളായി ആ ഫ്യുവൽ കത്തിച്ചു തീർത്ത് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. രാപ്പകലുകൾ നമ്മിലേക്ക് കടന്നു പോകുമ്പോൾ, ദിനരാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമ്പോൾ, ദുനിയാവിനോട് യാത്ര പറഞ്ഞ് ഖബറിനോട് അടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ഖബർസ്ഥാനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എത്ര പേരാ മരിച്ചത്? നമ്മൾ കണ്ട മനുഷ്യർ. മുസ്തഫാക്ക മരിച്ചുപോയി, മരണപ്പെട്ടു പോയി. ഇതുപോലെയുള്ള പരിപാടികൾ നടക്കുമ്പോൾ സജീവമായി ചിരിച്ചു നിൽക്കുന്ന മനുഷ്യനായിരുന്നു അദ്ദേഹം. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഞാൻ ഈ മുപ്പത്തിരത്ത് വന്ന് ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ഇൻസർട്ട് ചെയ്ത് നടക്കുന്ന അമീർക്ക് ഞാനിങ്ങനെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ ഒരു പരിപാടി നടന്നാൽ അമീർക്ക് ഇവിടെ ഉണ്ടാകുമായിരുന്നു. ആദ്യമായി മുപ്പത്തിടത്ത് എന്നെ പരിപാടിക്ക് ക്ഷണിച്ചു കൊണ്ടുവന്ന അമീർക്ക നമ്മുടെ കൂടില്ല. അല്ലാഹു ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എത്ര മനുഷ്യരാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, നമ്മുടെ ഈ അടുത്ത ദിനങ്ങളിൽ മരിച്ചു. ഒരു ജനറേഷൻ തന്നെയും യാത്ര പറയാണ്. ഒരു തലമുറ തന്നെ അധ്വാനിച്ച് ശീലമുള്ള, പരിശീലിച്ച നിരവധി നമ്മുടെ നേതൃത്വത്തിൽ നിന്ന് ആളുകളടക്കം, പണ്ഡിതന്മാരടക്കം, പ്രവർത്തകന്മാരടക്കം എത്രയോ മനുഷ്യരാണ് നമ്മൾ യാത്ര പറഞ്ഞു പോയത്. പ്രായമുണ്ടോ അതിൽ? ISMകാർ എത്രയാണ് മരിച്ചത്? കേന്ദ്രമാർ മാത്രമല്ല, എത്രയോ ISMകാരാണ് മരിച്ചത്. അവർ മുന്നേ പോവുകയാണ്. നമ്മൾ
അവരിങ്ങനെ പോകുമ്പോൾ നമ്മൾ ടോൾ ബൂത്തിലൊക്കെ കിടക്കൂല, മുമ്പത്തെ വാഹനം പോയാൽ അവർ പോയി, പിന്നെ അടുത്ത് നമ്മളാണ്. മുന്നോട്ട് വരികയാണ്, ഓരോരുത്തർ ഇങ്ങനെ കയറി വരികയാണ്, ഓരോരുത്തരുടെ ചാൻസിൽ ഇങ്ങനെ കയറി വരികയാണ്. എങ്ങോട്ടായി പോകുന്നത്? എന്ത് സൗകര്യമുള്ളിടത്തേക്കായി പോകുന്നത്? ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് എല്ലാം ഒടുങ്ങി, ഉണ്ടായിരുന്നതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നിവർത്തിപ്പിടിച്ച കയ്യുമായി കൂരിലുള്ള ഖബറിലേക്ക് എടുത്തെറിയപ്പെടുന്ന അവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും മാറുകയാണ്. ഒറ്റ ചോദ്യമേ ഇവിടെ അള്ളാഹു നമ്മോട് ചോദിച്ചുള്ളൂ. ആ ചോദ്യം എത്ര പ്രസക്താണ്! ഇന്നെന്തുണ്ടാക്കിയെന്ന് അള്ളാഹു ചോദിച്ചിട്ടില്ല. ചോദിക്കണ്ട പടച്ചവൻ, നിനക്കെന്തുണ്ടടാ ദുനിയാവിൽ എന്ന് അള്ളാഹു ചോദിക്കണ്ട. കാര്യം ദുനിയാവിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് പൈസ പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് മുഴുവനും ഫ്രീ ആയി തന്നിട്ടാണ് അള്ളാഹു എന്നെയും നിങ്ങൾ ഈ ദുനിയാവിൽ പറഞ്ഞു വിട്ട്. ഇവിടെ വന്നിട്ട് തിന്നാനും കുടിക്കാനും, തിന്ന് കുടിച്ച് തീർന്ന അവസാനം കൊളസ്ട്രോൾ കൂടി, ഷുഗർ കൂടി, നമുക്ക് തിന്നിട്ട് കൊടവയറ് ചാടി, നമുക്ക് തിന്നിട്ട് അള്ള തന്നത് തിന്നിട്ട് ദാരിദ്ര്യമല്ല, വാരിക്കോരി അള്ള തന്നു ദുനിയാവില്. എന്നിട്ട് നമ്മളെങ്ങനെ ആലോചിക്കണം, ഇനി എവിടെയാ വാരേണ്ടത്? പോരാഞ്ഞ നമുക്ക് അങ്ങനെ ആവേശം പോരാഞ്ഞിട്ട് മോട്ടിവേഷൻ ക്ലാസ്സിൽ പോയിരിക്കുകയാണ്. എങ്ങനെ കോടീശ്വരനാകാം എന്ന് പഠിപ്പിക്കുന്ന പുസ്തകം, അതിന് 2000 രൂപ വില, ഫുൾ പാക്കഡാണ്. 2000 കൊടുത്തിട്ട് വാങ്ങാണ്. കാര്യം 2 ലക്ഷം എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്ന് പഠിക്കാൻ. ദുനിയാവ് ഓർത്തിട്ട് ആരും വിഷമിക്കണ്ട, അള്ള ഏറ്റതാ. രാത്രി കിടക്കുമ്പോ ആ ഭിത്തിയിലൂടെ അരിച്ചു പോകുന്ന ഉറുമ്പിനെ കണ്ടിട്ടില്ലേ? ആ ഉറുമ്പ് വലിയ പല്ലിയെ താങ്ങിക്കൊണ്ടുപോവാണ്. ഉറുമ്പിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുണ്ട് പല്ലി. ആ പല്ലിയെ ഒരു ഗുഡ്സ് കൊണ്ടുപോകണത് പോലെ അതിൻ്റെ ചുറ്റും നിന്നിട്ട് വളരെ ഈസിയായി ഉറുമ്പ് കൊണ്ടുപോവാണ്. അതതിൻ്റെ അന്നമാണ്, ഭക്ഷണമാണ്. കോടാനക്കോടി ജീവജാലങ്ങൾ സമുദ്രത്തിലുണ്ട്, മനുഷ്യനെന്നും കണ്ടെത്തിയിട്ടില്ലാത്ത ജീവജാലങ്ങൾ. അതിനൊക്കെ അള്ളാഹു അതിൻ്റെ അന്നം എഴുതി വെച്ചിട്ടല്ലാതെ ഇല്ല. ഓരോ മനുഷ്യനുമുള്ള അന്നം അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദുനിയാവിൽ എത്ര ബാങ്ക് ബാലൻസ് ഉണ്ടെന്ന് അള്ളാഹ് ചോദിക്കൂല കേട്ടോ, നമ്മളോട് ചോദിച്ചിട്ടില്ല. എത്രയുണ്ട് നോക്കാനും പറഞ്ഞില്ല. നേരെ മറിച്ച് അള്ളാഹ് പറഞ്ഞത് നാളേക്ക് വേണ്ടി നീ എന്ത് സമ്പാദിച്ചു? ഒറ്റ ചോദ്യമാണ്. ഇന്ന് ഇവിടെ വെച്ചുകൊണ്ട് അറ്റാക്ക് വന്നാൽ, നിന്റെ വായിൽ നിന്ന് രക്തം പുറത്തേക്ക് തെറിച്ച് ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചാൽ, അടുത്ത സെക്കൻഡ് മുതൽ നിനക്കെന്തുണ്ട്? പാടമുണ്ട്, പറമ്പുണ്ട്, എസ്റ്റേറ്റ് ഉണ്ട് എന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ മക്കളുണ്ട് പറയാൻ പറ്റുമോ? മക്കളുണ്ടോ? പിന്നെ മൈനറയത്തീമായി കൺതടം ഒളിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ, കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ, അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. ഇന്നലെ ഞാനൊരു വിവാഹ പരസ്യം കണ്ടു. ഒരു മൗലവിയുടെ സ്റ്റാറ്റസാണ്, 62 വയസ്സുള്ള ആൾക്ക് പറ്റിയ ഇണയുണ്ടോ എന്ന് ചോദിച്ചിട്ട്. ഇന്നലെ ആള് റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്. ഈ 62 വയസ്സുള്ള റിട്ടയർഡ് ഉദ്യോഗസ്ഥനൊരു ഇണ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. 62 വയസ്സുള്ള വല്യപ്പ അടുത്ത ഇണ അന്വേഷിക്കുകയാണ്. ഇതാരാൻ്റെ കഥ പറയല്ല, നമ്മുടെ കഥ പറയാണ്. നമ്മൾ മരിച്ചു പോകും, നമ്മുടെ ഭാര്യയ്ക്ക് വേറെ ഇണ വേണ്ടി വരും, അവള് മരിച്ചു പോകും, മറ്റുള്ള ഇണയെ നമ്മൾ അന്വേഷിച്ചു പോകും. നമ്മുടെ മക്കൾ ഇവിടെ തന്നെ ഉണ്ടാവും, ബാപ്പ മരിച്ചിട്ട് കണ്ണീരൊലിപ്പിച്ച് നിൽക്കുന്ന മക്കൾ. അപ്പൊ ദുനിയാവില് നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ എൻ്റെ മക്കളെ ചൂണ്ടാനോ, ഭാര്യയെ ചൂണ്ടാനോ, എൻ്റെ 10 സെന്റ് സ്ഥലം ചൂണ്ടാനോ, ഞാനുണ്ടാക്കിയ ബിൽഡിംഗ് ചൂണ്ടാനോ, ഞാനുണ്ടാക്കിയെടുത്ത എൻ്റെ ബിസിനസ് സാമ്രാജ്യം ചൂണ്ടാനോ ഒരാൾക്കും കഴിയില്ല. സൗദി രാജാവ് മരിച്ചപ്പോഴും കൊണ്ടുപോയത് ഒന്നുമില്ലാത്തവനായിക്കൊണ്ടാണ്. റിയാദിലെ ഖബർസ്ഥാനിൽ മണ്ണ് മാറ്റിയിട്ട് അതിലേക്ക് ഇറക്കി വെച്ചു. ആ രാജാവും ഇറങ്ങിക്കിടന്നു ഖബറിൽ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഐഹിക ലോകത്ത് ചിന്തിക്കാനുള്ളത്, ആലോചിക്കാനുള്ളത് നാളേക്ക് വേണ്ടി എന്ത് സമ്പാദിച്ചു എന്നാണ്. അപ്പൊ ഇതൊരു ഐഹിക ലോകത്ത് അല്ലാഹു തന്നൊരു ടാസ്കാണ്, റബ്ബ് തന്നൊരു ടാസ്കാണ്. പണിയെടുത്തേ പറ്റൂ, അന്വേഷിച്ചേ പറ്റൂ.
ഇരുന്നേ പറ്റൂ, പഠിച്ചേ പറ്റൂ. ആ ടാസ്ക്കാണ് നമ്മെക്കൊണ്ട്, അത് വിജയിപ്പിക്കാനാണ് അള്ളാഹു നമ്മെക്കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുന്നത്. എന്താ ദുആ? നിർബന്ധമായും ദുആ ചെയ്യാൻ പറഞ്ഞു. എന്താ ദുആ ചെയ്യാൻ പറഞ്ഞു? പടച്ചോനെ എൻ്റെ ഷുഗർ മാറ്റണേ, കൊളസ്ട്രോൾ മാറ്റണേ എന്നാണോ? അതല്ലെങ്കിൽ എനിക്ക് പടച്ചോനെ ദുനിയാവിൽ എൻ്റെ സാമ്പത്തിക രംഗം ഒന്ന് ഉയർത്തിത്തരണേ എന്നാണോ? അല്ല, നിർബന്ധമായും അള്ളാഹു പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. എല്ലാം ഉണ്ട് ആ വാചകത്തിൽ, ആ പ്രാർത്ഥനയിൽ എല്ലാം ഉണ്ട്. എന്താ പറഞ്ഞത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നേരായ വഴിയിൽ എന്നെ നയിക്കണേ അല്ലാ. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, ഇബ്രാഹിമിന്റെ മാർഗത്തിൽ, ഇസ്മായിലിന്റെ മാർഗത്തിൽ, ഇസ്ഹാഖിന്റെ മാർഗത്തിൽ, യാക്കൂബിന്റെയും യൂസുഫിന്റെയും അയ്യൂബിന്റെയും സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും ദാവൂദ് നബിയുടെയും അങ്ങനെ കഴിഞ്ഞുപോയ അലൈഹിമുസ്സലാത്തു വസ്സലാം അമ്പിയാക്കളുടെ വഴിയിൽ എന്നെയും നീ ചേർത്ത് നിർത്തണേ അല്ലാ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, യാക്കോബ് ആ പ്രവാചകന്റെ മാർഗം വിട്ടുകൊണ്ട് പിഴച്ചുപോയ, അല്ലാഹുവേ നിന്റെ ശാപകോപത്തിന് വിധേയരായ യൂസുഫ് നബിയുടെ മാർഗം വിട്ടുകൊണ്ട് പിഴച്ചുപോയ, അല്ലാഹുവേ നേരായ വഴിയിൽ നിന്ന് തെറ്റിപ്പോയ ആളുകളുടെ വഴിയിലല്ല, മഗ്ലൂബിന്റെയോ വാലിന്റെയോ വഴിയിലല്ല, നേരിന്റെ വഴിയിൽ എന്നെ ചേർത്ത് നിർത്തണമെന്ന് നിർബന്ധമായും പ്രാർത്ഥിക്കണം. ആ ടാസ്ക് പൂർത്തിയാക്കണം ഐഹിക ലോകത്ത്. അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അമ്പിയാക്കളുടെ വഴി സ്വീകരിച്ച് മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നേരത്തെ കേട്ടു, മുഹറം എന്ന് പറയുന്ന മാസം വരുമ്പോൾ ആദ്യമായി നമ്മൾ ശീലിക്കുന്ന ശീലം അതൊക്കെയാണ്, നമ്മുടെ നിലപാടുകളാണ്. മുഹറത്തിന്റെ പ്രത്യേകത ഏതാണ്? നമ്മുടെ നിലപാടുകളാണ് ഓരോന്ന്. ലോകത്ത് കഴിഞ്ഞുപോയ തലമുറകളെ കൊണ്ടൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന ഈ മാസത്തെ മുഹറമിനെ ആദരിപ്പിച്ചത്, അവർക്ക് മുഹറമാക്കി തന്നെ കൊടുത്തത് നമ്മൾ കേട്ടു. നേരത്തെ സലഫിയോട് വിശദീകരിച്ചു. പക്കാ കുടിയന്മാരായിരുന്ന, വ്യഭിചാരികളായിരുന്ന, യുദ്ധക്കുതിയന്മാരായിരുന്ന, ഫ്രോഡുകളായിരുന്ന ജാഹിലിയത്തിലെ അറബികൾ പോലും ആശുറാഇന്റെ നോമ്പ് നോറ്റിരുന്നു എന്നാണ്. അബൂജഹല്, ഉത്ബത്ത്, ശൈബത്ത്, വലീദ്, ഈ ഉമ്മത്തിലെ ഫറോവ എന്ന റസൂല് പഠിപ്പിച്ച മക്കയിലെ ഖുറൈശികളിൽപ്പെട്ട ആളുകൾ പോലും മുഹറത്തിന് നോമ്പ് നോക്കുമായിരുന്നു. എന്തുകൊണ്ടാണ് മുഹറം അവർ പ്രത്യേകമായി തെരഞ്ഞെടുത്തത് എന്നതിനെ സംബന്ധിച്ചൊക്കെ പണ്ഡിതന്മാർ വളരെ വലിയ സജീവമായി ചർച്ച നടത്തുന്നുണ്ട്. അവർ വിശദീകരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരിതിനെ തെരഞ്ഞെടുത്തു, എന്തുകൊണ്ട് ഈ രൂപത്തിൽ ഈ മാസത്തെ അവർ ആദരിച്ചു. ഇബ്രാഹിമിന്റെ മാർഗം, ആ പൈതൃകത്തിൽ നിന്ന് അവർക്ക് അവരിൽ നിലനിന്നിരുന്നൊരു നന്മയാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. വേറെ ചില ആളുകൾ പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ അനാശാസ്യങ്ങൾ കൂടി, കുഴപ്പങ്ങൾ കൂടി. ആ സന്ദർഭത്തിൽ അഹ്ലുൽ ഇൽമിനോട്, വിവരമുള്ളവരോട് അവർ ചോദിച്ചു എന്നാണ്, ഞങ്ങൾ എന്തു ചെയ്യും, ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ, നന്നാക്കാൻ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്താണ് അത്രേ, എന്ത് മുഹറത്തിൽ നിങ്ങൾ ആശൂറയിന് നോമ്പ് നോറ്റോ, കാരണം ഒരു കൊല്ലത്തെ പാപങ്ങൾ അതുവഴി പൊറുക്കും എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലഘട്ടത്തിൽ തന്നെ അത് കാണുകയാണ്. യഹൂദികൾ നോമ്പ് നോക്കുകയാണ്, ജൂതന്മാർ നോമ്പ് നോക്കുകയാണ്. ആ ഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ചോദിക്കുക, നിങ്ങൾ എന്താ നോമ്പ് നോക്കുന്നത്? അവർ പറഞ്ഞു, ലോകത്തെ ഏറ്റവും വലിയ ഫാഷിസ്റ്റായിരുന്ന, കിരാതനായിരുന്ന ഫറോവയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് മോസസിനെ, മൂസാ നബിയെ അള്ളാഹു രക്ഷപ്പെടുത്തിയ സമയമാണിത്. നജ്ജല്ലാഹു മൂസ മിൻ ഫിർഔൻ, ഫറോവയുടെ കരാളഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു മൂസാ നബിയെ രക്ഷപ്പെടുത്തി അവനെ മുക്കിക്കൊന്ന സമയമാണ്. അതുകൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം നന്ദിയോട് അള്ളാഹുവിന് നോമ്പ് നോറ്റു. ആ വഴി ഞങ്ങൾ സ്വീകരിച്ചതാണ്. ഇതറിഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടൻ തന്നെ അവിടെ ഒരു പ്രഖ്യാപനം നടത്തി. എന്താ പ്രഖ്യാപനം? നിങ്ങളെക്കാൾ മൂസയോടടുത്തവൻ ഞാനാണ്. അതുകൊണ്ട് അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ മുഹറം 10 മാത്രമല്ല, മുഹറം 9 കൂടി ഞാൻ നോമ്പ് നോക്കുന്നതാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകാന്ത്യം വരെ വരാനുള്ള സർവ്വ മനുഷ്യർക്കുമുള്ള പ്രവാചകനാണ് എന്നതിൻ്റെ ദലീലാണത്. നമ്മൾ ലോകത്തോട് ഇന്ന് പരിചയപ്പെടുത്തേണ്ട ഒരു വ്യക്തിത്വമുണ്ട്.
നമ്മൾ സംസാരിക്കേണ്ട ഒരാളുണ്ട്, നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മൾ സംസാരിക്കുന്നത് നെതന്യാഹുവിനെ കുറിച്ചാണ്, നമ്മൾ സംസാരിക്കുന്നത് ട്രംപിനെ കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ലോകത്തോട് പറയേണ്ട ഒരാളുണ്ട്, ലോകത്തിന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളുണ്ട്. അതാരാ? ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ റസൂലാണ് എന്നതിൻ്റെ 1000 സാക്ഷ്യങ്ങൾ ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലാക്കണം, നബിയിൽ വിശ്വസിച്ചവരാ സ്വഹാബികൾ. ആ സ്വഹാബികൾ കണ്ട മുഅ്ജിസത്തുകളെക്കാൾ വലിയ മുഅ്ജിസത്തുകൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മൾ ലോകത്ത്. പക്ഷെ നമുക്കറിയില്ല അത് മുഅ്ജിസത്താണ്. റസൂലുള്ളാഹിയെ പെറ്റ നേരത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ആമിന ബീവി പ്രസവിക്കുന്ന നേരത്ത് ആമിന ബീവി കണ്ട ഒരു പ്രകാശത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു. ആ പ്രകാശം റസൂല് കണ്ടത് ഷാമിലാണ്, ആമിന ബീവി കണ്ടത് ഷാമിലാണ്. ഷാമിലെ ഗോപുരങ്ങൾക്ക് മുകളിൽ, അവിടുത്തെ കൊട്ടാരങ്ങൾക്ക് മുകളിൽ ഒരു പ്രകാശം മക്കത്ത് നിന്ന് ആമിന ബീവി കണ്ടു, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ച നേരത്ത് എന്ന് റസൂലുള്ള പറഞ്ഞു. എവിടെ കണ്ടു എന്നാ പറഞ്ഞത്? എവിടെ കണ്ടു എന്നാ പറഞ്ഞത്? ഷാം. ഷാമിൻ്റെ ഖൽബാണ് ബൈത്തുൽ മുഖദ്ദസ്, ഫലസ്തീൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച നേരത്ത് ഷാമിൽ പ്രകാശം കണ്ടു എന്ന് മുഹമ്മദ് റസൂൽ പറയുമ്പോൾ സഹാബത്തിനെ സംബന്ധിച്ചിടത്തോളം അത് കേട്ടുവര്, പക്ഷെ അതിൻ്റെ കണക്ടിവിറ്റി അവർക്ക് മനസ്സിലായില്ല. സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബഅറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. ശുദ്ധ ഖുർആനിൽ മിഡിലിലായി, അതിൻ്റെ മധ്യത്തിലായി ഒരു അധ്യായം അല്ലാഹു കൊണ്ടുവന്നു വെച്ചു, സൂറത്തുൽ ഇസ്രാ. ഇസ്രാ എന്നൊരു അധ്യായം. ആ ഇസ്രാ എന്ന അധ്യായം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്ന് വെച്ചിട്ട് അതിന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞു, സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു. ഒറ്റ രാത്രി കൊണ്ട് മക്കത്ത് മസ്ജിദുൽ ഹറമിൽ ഉണ്ടായിരുന്ന പ്രവാചകനെ ഒറ്റ രാത്രി കൊണ്ട് അവിടെ നിന്ന് ബൈത്തുൽ മുഖദ്ദസിൽ, അങ്ങകലെ ഫലസ്തീനിൽ, ആ ഫലസ്തീന്റെ ഹൃദയമായ ബൈത്തുൽ മുഖദ്ദസിൽ കൊണ്ടുപോയ അല്ലാഹു അവൻ സുബ്ഹാനാണെന്ന് ഖുർആൻ ആ ആയത്ത് ഓതിയ സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് ഒരു വേള നമ്മൾ കാണുന്നത് പോലെ ആയത്തിന്റെ കണക്ടിവിറ്റി കാണാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. പക്ഷേ അവർ വിശ്വസിച്ചു. പക്ഷേ നമ്മളത് കാണുകയാണ്. ഒറ്റ രാത്രി കൊണ്ട് മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ എന്ന് പറയുന്ന പ്രവാചക ജീവിതത്തിലെ വലിയ മുഅ്ജിസത്തുകളിൽ ഒന്ന് അതേ പ്രവാചകനിൽ സംഭവിപ്പിച്ചു. ആ സ്ഥലങ്ങൾ, അതിൻ്റെ ലാൻഡ്മാർക്കുകൾ അല്ലാഹു പോയിന്റ് ചെയ്തു എന്നുള്ളത്, അതിൻ്റെ കണക്ടിവിറ്റി എന്താണെന്നുള്ളത് ഇന്ന് ലോകം തിരിച്ചറിയുകയാണ്, മനസ്സിലാക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ 1000 കാര്യങ്ങൾ അത് മുഴുവനും ജംഅ ചെയ്തുകൊണ്ട് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ പറഞ്ഞു, വന്നബിയ്യു മയ്യസ അഹ്ലശ് ശാമി ബിൽ ഖിയാമി ബിഅംരില്ലാഹി ദായിമൻ ഇലാ ആഖിരിദ് ദഹർ. ഫലസ്തീന്റെ മണ്ണിൽ, ഷാമിന്റെ മണ്ണിൽ ഒരു സംഘം ആളുകൾ ഉണ്ടാകും കേട്ടോ. അവരെ തുരത്താൻ ലോകശക്തികൾ മുഴുവനും പരിശ്രമിച്ചു കൊണ്ടിരിക്കും. ഷാമിന്റെ മണ്ണിലുള്ള, ഫലസ്തീനിലെ മണ്ണിലുള്ള ആളുകളെ ഭക്ഷണം വെച്ച് നീട്ടിപ്പോലും കൊല നടത്താൻ വേണ്ടിയുള്ള ശ്രമം, വംശഹത്യ നടത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കും. കാണണം നമ്മൾ. ദിവസങ്ങളോളം പട്ടിണി കിടന്ന മനുഷ്യർ, മക്കൾ, ചെറിയ പിഞ്ചുമക്കൾ. മനസ്സിലാക്കണം. ഞാൻ ഇവിടുന്ന് ഇപ്പോൾ ഒരു ആഹ്വാനം നടത്താമെന്ന് വിചാരിക്കുക. ഇതാ പുറത്ത് ആ ഗേറ്റിൻ്റെ സമീപത്ത് ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ചെല്ലുന്നവർക്ക് ഓരോ പൊതി മട്ടൻ ബിരിയാണി കിട്ടും എന്ന് പറഞ്ഞാൽ, ഇവിടെ എൻ്റെ മുന്നിൽ ചിലപ്പോൾ പ്രസംഗം കേൾക്കാൻ ആളുണ്ടാവില്ല എന്ന് എനിക്ക് ഏകദേശം എൻ്റെ ധാരണ വെച്ച് ഞാൻ മനസ്സിലാക്കുകയാണ്. ഇപ്പം ചെന്നാൽ ആ പൊതി കിട്ടും. പിന്നെ കിട്ടിയില്ലെങ്കിൽ പറയണ്ട കേട്ടോ എന്ന് പറഞ്ഞാൽ, വന്നത് ബെൻസിലായിരിക്കും, പക്ഷെ മൂപ്പര അതിൻ്റെ 1-ാം സഫിലുണ്ടാവും. അതാണ് ഭക്ഷണവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. പക്ഷേ നമ്മെപ്പോലെ രാവിലെ ഉച്ചക്കും വൈകുന്നേരം അങ്ങനെ 5 നേരം ഭക്ഷണം കഴിച്ച മക്കളല്ല. മാസങ്ങളായി എണ്ണമില്ല, വീടില്ല, കട്ടിലില്ല, അലമാരയില്ല, കുപ്പായമില്ല,
പുക പിടിച്ച് കറുത്ത കുപ്പായമിട്ട മക്കൾ, പൊടിപടലങ്ങൾ പറ്റിയിട്ട് ശരീരം വികൃതമായ ആ രൂപത്തിൽ ഒരു മേക്കപ്പുമില്ലാത്ത മക്കൾ, ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാനില്ലാത്ത മക്കൾ, അവരുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ആ വരുന്നുണ്ട് കേട്ടോ, അരി വരുന്നുണ്ട്, നിങ്ങൾ വാ, പാത്രവുമായിട്ട് ഓടി വാ എന്ന് പറയുമ്പോൾ ആ ഫലസ്തീനിലെ ഇമാം ഷാഫി റഹിമഹുല്ലക്ക് ജന്മം കൊടുത്ത ഗസയിലെ ആ മുനമ്പിലെ, നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ജില്ലയാണ്. ആ ആലപ്പുഴ ജില്ലയെക്കാളും ചെറുതായ ഗസയിലെ മുനമ്പിൽ പട്ടിണി കിടക്കുന്ന മക്കൾ ബോംബുകളും അതുപോലെ തന്നെ ഈ പറയുന്ന വെടികളും അതുപോലെ തന്നെ ഈ പറയുന്ന തോക്കിൽ നിന്ന് പുറത്തേക്ക് വന്ന ബുള്ളറ്റുകളുമൊക്കെ വന്ന് തറച്ചിട്ട് തുളവീണ പാത്രങ്ങളുമായി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി പോയി ഇങ്ങനെ നിൽക്കുന്ന നേരത്ത് അവർക്ക് കൊടുക്കുന്ന ആ പൊടിയിൽ മയക്കുമരുന്ന് ക്യാൻസർ രോഗികൾക്ക് പോലും, അല്ലെങ്കിൽ അവരുടെ രോഗത്തിന് കൊടുക്കുന്ന മരുന്ന് ആ രൂപത്തിലുള്ള ഒരു മനുഷ്യന്റെ ശരീരത്തിൽ പ്രവേശിച്ചാൽ ഇഞ്ചിഞ്ചായി അവനെ കൊന്നുകളയുന്ന രൂപത്തിൽ മാരകമായ മയക്കുമരുന്ന് മിക്സ് ചെയ്ത് ഈ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ്. ഇസ്രായേലി പട്ടാളക്കാരൻ നാളിതുവരെ കണ്ടുപിടിച്ച അധുനാധുനികമായ ആയുധങ്ങൾ അമേരിക്കയുടെ അരമനകളിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഈ മക്കളുടെ തലയിൽ കൊണ്ടുവന്നിടുകയാണ്. നമ്മൾ വിചാരിക്കും അവർ തീർന്നു പോകും. റസൂല് പറയുക തീരില്ല. നബി പറയാണ് തീരില്ല. നബി ഇന്ന് പറഞ്ഞതല്ല. ഇസ്രയേൽ എന്ന രാജ്യമുണ്ടായത് 1948 1948 മുമ്പ് ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല, രാഷ്ട്രമില്ല. 1838 മുമ്പ് ലോകത്ത് ഒരു ക്രിസ്ത്യൻ രാജ്യവും ജൂതനെ അംഗീകരിച്ചിട്ടില്ല. 1830 ശേഷമാണ് വത്തിക്കാനടക്കം ജൂതന്മാർക്ക് നേരെയുള്ള ആക്രമണം നിർത്തണമെന്ന രൂപത്തിൽ ഒരു പ്രസ്താവന ഇറക്കുന്നത്. അതിന് കാരണങ്ങൾ പറയുന്നുണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. 1800 വരെ ലോക ചരിത്രത്തിൽ ജൂതന്മാർ ഇവിടെ ബാക്കിയാകുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഒരു തെളിവില്ല. കാരണം അതിനു മുമ്പ് റിച്ചാർഡ് ഹാർട്ട് അടക്കം, ലയൺ ഹാർട്ട് എന്നറിയപ്പെടുന്ന റിച്ചാർഡ് രണ്ടാമനടക്കം, ഹിറ്റ്ലർ അടക്കം എത്ര മനുഷ്യരെ കഴിഞ്ഞു പോയത്. ഹിറ്റ്ലറൊക്കെ കൊന്നുതള്ളിയ ജൂതന്മാരുടെ കണക്കെത്രയാണ്? റിച്ചാർഡ് കൊന്നുതള്ളിയ ജൂതന്മാരുടെ കണക്കെത്രയാണ്? യൂറോപ്യൻ ക്രൈസ്തവ രാജ്യങ്ങൾ കൊന്നുതള്ളിയ ജൂതന്മാരുടെ കണക്കെത്രയാണ്? അല്ല പറയാണ് അവർ തീർന്നു പോകൂല. ഇലാ യൗമിൽ ഖിയാമ, അവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. അവരാൽ പ്രയാസപ്പെടുത്തപ്പെടുന്ന ഖൗമ് അവരും ഖിയാമത്ത് നാൾ വരെ ഉണ്ടാവും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എന്ത്? ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ് ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും ഹത്താ യഅതിയ അംറുല്ലാഹ് വഹും അലാ ദാലിക്. ലോകാവസാനം വരെ ആ സംഘമാളുകൾ അവിടെ തന്നെ ഉണ്ടാകും. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നത്, വന്നബിയു മയ്യസ അഹ്ലശ് ശാമി ബിൽ ഖിയാമി ബി അംറില്ലാഹി ദായിമൻ ഇലാ ആഖിരിദ് ദഹർ. ലോകാവസാനം വരെ ഷാമിന്റെ മണ്ണിൽ, ഫലസ്തീന്റെ മണ്ണിൽ വിശ്വാസികളായ ആളുകൾ ബാക്കിയാകും. ബി അന്ന ത്വായിഫത്തൽ മൻസൂറത ഫീഹിം ഇലാ ആഖിരിദ് ദഹർ. അവരിൽ അല്ലാഹുവിന്റെ സഹായം കിട്ടുന്ന കക്ഷികൾ ലോകാവസാനം വരെ അവിടെ ഉണ്ടാകും. ഫഹു ഇഖ്ബാറുൻ അൻ അംറിൻ ദായിമിൻ മുസ്തമിറിൻ ഫീഹിം മഅൽ കസ്റതി വൽ ഖുവ്വ. മനസ്സിലാക്കണം, അല്ലാഹുവിന്റെ റസൂല് കൊടുക്കുന്ന ഉറപ്പാണത്, റസൂല് പറയുന്ന ഉറപ്പാണത്, മുത്തുനബി കൊടുക്കുന്ന ഉറപ്പാണത്. മാത്രമല്ല മഹാനായ ഹാഫിൽ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറഞ്ഞ വാചകം, ഫഇന്നല്ലാഹ ജഅല മക്കത്തൽ ബലദൽ ഹറാം മബ്ദഅൻ ലിഖൽഖിഹി വ അംരിഹി. അല്ലാഹു മക്കയെ തെരഞ്ഞെടുത്തു. മക്കയെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തത് അവന്റെ സൃഷ്ടിപ്പിന്റെ തുടക്കം, ഉമ്മുൽ ഖുറ എന്ന് പറയുന്ന ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം, അല്ലെങ്കിൽ ഗ്രാമങ്ങളുടെ തുടക്കം എന്ന നിലയിൽ ആദ്യത്തെ ഭവനം തന്നെ നിർമ്മിച്ചുകൊണ്ട്, ആദ്യത്തെ ബൈത്ത് നിർമ്മിച്ചുകൊണ്ട് മക്കയെ അല്ലാഹു തിരഞ്ഞെടുക്കുകയാണ്. എന്നാൽ വജഅല ശാമ മുൻതഹൽ ഖൽഖി വൽ അംരി ഫഫി ആഖിരി സമാനി യസ്തഖറുൽ ഈമാനു വഅഹ്ലുഹു ബിശ്ശാം. ലോകം അവസാനിക്കുന്നത് അത് ഫലസ്തീനിലാണ്, ലോകം അവസാനിക്കുന്നത് ഷാമിലാണ്, ലോകം അവസാനിക്കുന്നത് ജോർദാനും ഫലസ്തീനും ലബനാനും ഒക്കെ അടങ്ങുന്ന ഷാമിലാണ്. ലോകാവസാനം മുഴുവനും അവിടെയാണ് സംഭവിക്കുക എന്ന് മാത്രമല്ല,
ഫഫീ ആഖിരിസ് സമാനി യസ്തഖിറുൽ ഈമാനു വഅഹ്ലുഹു ബിശ്ശാം. ലോകാവസാന ഘട്ടത്തിൽ ഈമാനും ഇസ്ലാമും അതിൻ്റെ അഹ്ലും എല്ലാവരും ഉണ്ടാകുന്നത് ഫലസ്തീനിലായിരിക്കും, ഷാമിലായിരിക്കും. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അറിയാം, അല്ലാതെ ലോകത്ത് പറയാൻ ആർക്കാടോ കഴിയാ? ഷാം എന്ന് പറയുന്ന മണ്ണ് നമുക്കറിയാം. മിഡിൽ ഈസ്റ്റ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് മിഡിൽ ഈസ്റ്റ് എങ്ങനെയാണ് പുതിയ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച് പഠനം നടക്കാൻ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം. ഈ രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞിട്ട് എത്ര നാളായി? അപ്പോ ഈ രൂപത്തിൽ ലോകത്തിന്റെ മുന്നിൽ സംസാരിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ റിസാലത്തിന്റെ ദലീലുകൾ, തെളിവുകൾ, ആഖിറുൽ അംബിയ ആയി, ഖാത്തിമുൽ അംബിയ ആയി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദലീലുകൾ ലോകത്തിന്റെ മുന്നിൽ അവിടുത്തെ മുഅ്ജിസത്തായി കൊണ്ട് തന്നെ പ്രകടമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈമാൻ ഉറപ്പോടെ ജീവിക്കേണ്ടവരാ നമ്മൾ. പഠിക്കണം, നമ്മൾ പ്രബോധനം ചെയ്യണം, നമ്മൾ സമൂഹത്തോട് ഉറക്കെ പറയണം. നമ്മൾ ഈ ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലുള്ളപ്പോൾ ഈ മുഹറത്തിൽ നമ്മൾ കഴിഞ്ഞു പോകുമ്പോൾ റസൂല് പറയാണ്, നിങ്ങൾ ജൂതനിൽ നിന്ന് വ്യത്യസ്തനാകണം. ഏത് വിഷയത്തിൽ? ഇബാദത്തിൽ പോലും, ആരാധനയിൽ പോലും, ഇബാദത്തിൽ പോലും വ്യത്യസ്തനാകണം. അല്ലാതെ അവൻ്റെ സോപ്പും ചീപ്പും കണ്ണാടിയും, നമുക്ക് അതാണ് എന്ത്, ജൂതൻ്റെ സോപ്പും ചീപ്പും കണ്ണാടിയും പാലും ഒന്നും വേണ്ട. ഓക്കെ, പക്ഷെ റസൂലുള്ള പറഞ്ഞത് അങ്ങനല്ല, പ്രവാചകൻ പറഞ്ഞങ്ങനല്ല. റസൂൽ അത് പഠിപ്പിച്ചു. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു അത് രേഖപ്പെടുത്തി വെച്ചു. എന്ത്? വലൻ തർല അങ്കൽ യഹൂദ വലൻ നസാറ ഹത്താ തത്തബിയ മില്ലതഹും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്ന നേരത്ത് പ്രവാചകന്റെ ഒരു പണയത്തിലാണ്. കാരണം റസൂലുള്ളാഹിന്റെ വീട്ടിൽ പ്രവാചകന്റെ അടുപ്പത്ത് തീ പുകഞ്ഞിട്ട് ദിവസങ്ങളായി പ്രവാചകന്റെ കുടുംബത്തിലുള്ളവർക്ക് കഴിക്കാൻ ഭക്ഷണമില്ല. 30 സാൾ ഗോതമ്പെല്ലാം റസൂലിന് വേണം. അതുതന്നെയും പ്രവാചകൻ ഗോതമ്പ് നന്നായി മിനുസപ്പെടുത്തിയിട്ട് അത് പൊടിക്കാറുണ്ടായിരുന്നില്ലെന്നാണ്. മിനുസമുള്ള പത്തിരിയോ റൊട്ടിയോ ചപ്പാത്തിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചിട്ടില്ല എന്നാണ്. നേരെ മറിച്ച് പ്രവാചകന്റെ റൊട്ടി പോലും പരിക്കൻ സ്വഭാവമുള്ള റൊട്ടിയായിരുന്നു. ആ റൊട്ടി ഉണ്ടാക്കാൻ മാവില്ലാഞ്ഞിട്ട് അല്ലാഹുവിൻ്റെ റസൂലിന് കുറച്ച് ഗോതമ്പ് കിട്ടാൻ, 40 സാൾ ഗോതമ്പ് കിട്ടാൻ വേണ്ടി പ്രവാചകൻ തൻ്റെ പടയങ്കി കൊണ്ടുപോയി ജൂതന്റെ പക്കൽ പണയപ്പെടുത്തി റസൂല്. എന്നുവെച്ചാൽ ഭൗതികമായ ഇടപാടൊക്കെ നടത്തി റസൂൽ അവരുമായിട്ട്. ഭൗതികമായ ഇടപെടൽ, സാമ്പത്തികമായ ഇടപെടൽ, കച്ചവടമൊക്കെ നടത്തി. ആ റസൂല് പറഞ്ഞു, കേട്ടോ യഹൂദി, ജൂതൻ, വലൻ തർല അങ്കൽ യഹൂദു വലൻ നസാറാ ഹത്താ തത്തബിഅ മില്ലതഹും. അവന്റെ സംസ്കാരം നീ സ്വീകരിക്കാതെ, അവന്റെ ആദർശം നീ സ്വീകരിക്കാതെ നിന്റെ കാര്യത്തിൽ ഒരിക്കലും ജൂതൻ തൃപ്തനാവുകയില്ല, നസ്വാറയും തൃപ്തനാവുകയില്ല. അവന്റെ ആദർശം നീ സ്വീകരിക്കാതെ. നമ്മളെന്താ ചെയ്തു? ബാഹ്യമായതൊക്കെ നമുക്ക് ഉപേക്ഷിക്കാം, ശരി. ആദർശം നമ്മൾ എന്തെടുത്തു? മുഴുവനും കടെടുത്തു. മുഴുവനും കടെടുത്തു എന്ന് മാത്രം നമ്മൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ മുഹറായാൽ നെഹ്സാണ് ഏറ്റവും ഹൈലൈറ്റ് നമ്മുടെ നാട്ടിൽ. അറബി കോളേജിൻ്റെ കലണ്ടർ ഉണ്ടാവും വീട്ടിൽ, പോയി നോക്കുക. യത്തീംഖാനയുടെ കലണ്ടർ ഉണ്ടാവും വീട്ടിൽ, പോയി നോക്കുക. അതിൻ്റെ വക്കത്തുണ്ടാവും നെഹസുകൾ. ഉളുപ്പില്ലാതെ പറയാണ്, മുഹറായി കഴിഞ്ഞാൽ മുസ്ലിം അവന് വീട് താമസിക്കുന്നില്ല. എന്തേ? നെഹസ് എന്ന് കഴിഞ്ഞോട്ടെ, മുഹറം എന്ന് കഴിഞ്ഞോട്ടെ. മക്കൾക്ക് വിവാഹമില്ല, എന്തേ? മുഹറം എന്ന് കഴിഞ്ഞോട്ടെ. വാഹനം വാങ്ങുന്നില്ല, എന്തേ? കാരണം മുഹറം എന്ന് കഴിഞ്ഞോട്ടെ. എന്താ മുഹറത്തിന് പ്രശ്നം? എന്താ മുഹറത്തിൽ നിങ്ങൾ വാഹനം എടുക്കാത്തത്? എന്തേ മുഹറത്തിൽ നിങ്ങൾ വീട് വെക്കാത്തത്? മാത്രമല്ല, എന്തെങ്കിലും ഒരു പണി തുടങ്ങണമെങ്കിൽ പോവാണ്. എങ്ങോട്ടാ പോണേ? നല്ല സമയം നോക്കിയിട്ട്. ഏതാ നല്ല സമയം? ഉസ്താദ് പാൽ കിതാബ് വെച്ച് ഗണിച്ച് ഗുണിച്ച് പറഞ്ഞു തരികയാണ്. നല്ല സമയങ്ങൾ, വീട് വെക്കാൻ പറ്റിയ സമയം, കട്ടള വെക്കാൻ പറ്റിയ സമയം, വണ്ടി വാങ്ങാൻ പറ്റിയ സമയം എല്ലാം പറയാണ്. അതനുസരിച്ചിട്ടെല്ലാം നമ്മൾ ചെയ്യുന്നില്ല. എവിടുന്നാണ് ഈ സംസ്കാരം നമുക്ക് കിട്ടിയത്? നമ്മളറിയാതെ നമ്മൾ ദീൻ വിട്ടുപോയി. ലോകത്തിന് ആവശ്യത, ഫാഷിസ്റ്റുകൾക്ക് ആവശ്യതാണ്, RSSകാരന് ആവശ്യതാണ്. ലോകത്ത് ഫാഷിസം കടന്നു വന്ന് ലോകത്തെവിടെയെല്ലാം അത് പ്രകടിപ്പിച്ചു അവരുടെ ആവശ്യത. നമ്മൾ ഇസ്ലാം വിടുക. മ്യാൻമറിലെ ആയിരക്കണക്കിന് മനുഷ്യരെ നമ്മൾ വീട്ടിൽ ഹാങ്കറിൽ കൊണ്ടുപോയി കുപ്പായം തൂക്കിയിടുന്നത് പോലെയാണ്.
പാവപ്പെട്ട പെൺമക്കളെ 16ഉം 17ഉം വയസ്സ് പ്രായമുള്ള നമ്മുടെ മക്കളെ നമ്മൾ കണ്ടു നോക്കും മനസ്സിൽ. നമ്മുടെ പെൺകുട്ടികൾ, ആ പെൺകുട്ടികളുടെ ഉടയാടകൾ മുഴുവനും ഊരിയെടുത്തിട്ട് പൂർണ്ണ നഗ്നരാക്കിയിട്ട് മരത്തിൽ വലിയ കമ്പി അടിച്ച് കയറ്റി നമ്മൾ ഹാങ്കറിൽ കുപ്പായം കൊളുത്തിയിടുന്നത് പോലെ ഈ പാവപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുപോയി കൊളുത്തിയിട്ടു. മരത്തിൽ നെഞ്ചിലൂടെ തുളച്ചു വന്നു ആ ആണി, മരത്തിലടിച്ചാണ്. എന്നിട്ട് അവിടെ കൊളുത്തിയിട്ടിരിക്കുകയാണ് നഗ്നയായി മ്യാൻമറിലെ മുസ്ലിങ്ങളെ. വലിയ ട്രാക്ടറിന്റെ ടയറിങ്ങനെ കത്തുകയാണ്. ഉരുകിക്കത്തുന്ന ആ ടയറിന്റെ ഉള്ളിലേക്ക് ജീവനോടെ മുസ്ലിമീങ്ങൾ ഇടുകയാണ്, എന്നിട്ട് കത്തിക്കുകയാണ്. വലിയ വള്ളങ്ങൾ, ബോട്ട് എന്നാ പറയാ, പക്ഷെ അത് നമ്മുടെ അറിവിൽ അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിൽ വലിയ വള്ളങ്ങളാണ്, വലിയ സൈസ് വള്ളങ്ങൾ. അതിൽ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കുഞ്ഞുങ്ങളെയും ഒക്കെ കുത്തി നിറച്ചിട്ട് കടലിലേക്ക് തള്ളുകയാണ്. പോയിക്കോ, എങ്ങോട്ട്? ബംഗ്ലാദേശിലേക്ക് പോകാൻ പറഞ്ഞാൽ ബംഗ്ലാദേശ് എടുക്കോ, ഇന്ത്യയിലേക്ക് വരാൻ പറഞ്ഞാൽ ഇന്ത്യ എടുക്കോ. ഇനി അതല്ല മ്യാൻമറിൽ കഴിയാൻ പറ്റുമോ? പറ്റില്ല. കടലിന് നടുക്ക് എത്ര ദിവസം? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, മാസങ്ങളോളം കര കാണാ കടലിന്റെ നടുവിൽ അലഞ്ഞലഞ്ഞ് അവസാനം കുഞ്ഞ് കരയാണ് വിശന്നിട്ട്, ഉമ്മ കരയാണ് വിശന്നിട്ട്, വല്ലുപ്പ കരയാണ് വിശന്നിട്ട്, അവസാനം അടുത്തുള്ള തൻ്റെ സഹപ്രവർത്തകനെ അല്ലെങ്കിൽ ഭാര്യ മക്കളെ കൊന്ന് ചോര കുടിക്കുകയാണ് മനുഷ്യർ ഒരു നേരത്തെ ജീവൻ നിലനിർത്താൻ. കാണാണ് നമ്മൾ. എന്ത് തെറ്റാ അവർ ചെയ്തത്? എന്തിനാണ് അവർ ആ പീഡനം സഹിക്കുന്നത്? ഒന്നേയുള്ളൂ, നിന്റെ ഇസ്ലാം നീ ഉപേക്ഷിക്കുന്നതാണ്. എൻ്റെ ഇങ്ങോട്ട് ആ ഇസ്ലാം മാറ്റിവെക്ക്. ഫാഷിസം എന്ന് പറഞ്ഞത് ഇസ്ലാം മാറ്റാനാണ്. ഇസ്ലാമിൽ നിന്ന് മാറി വാന്നാ പറഞ്ഞത്. എക്സ് മുസ്ലിമായി വാ, ഇസ്ലാം ഉപേക്ഷിച്ചു വാ. ലിബറലിസ്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇക്കിളിയിട്ട് വന്നു. ഒരുപക്ഷെ ഫാഷിസത്തിനെതിരെ നമ്മൾ ഘോരം പ്രസംഗിച്ചു. നമ്മൾ മറൈൻ ഡ്രൈവിൽ വലിയ സമ്മേളനങ്ങൾ നടത്തി. നമ്മൾ ഫാഷിസ്റ്റ് ഗോ ബാക്ക് വിളിച്ചു. കാര്യം അവർ നമ്മളോട് ചോദിച്ച അടിയാധാരാണ്. ആധാരം എന്താടാന്നാ പറഞ്ഞ്? പൗരത്വം ചോദിച്ച്. CAA NRC എന്ന് കേട്ടപ്പോൾ വീടും പറമ്പും വീട്ടിലെ സാധനമൊക്കെ കൊടുക്കണമെന്ന് വന്നപ്പോൾ പേടിച്ച് റോഡും ഇറങ്ങി. നമ്മൾ CAക്കെതിരെ NRCക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു. അതേ ഫാഷിസ്റ്റുകൾ തന്നെയാണ് ആ അയോധ്യയിലെ ബാബരി മസ്ജിദിന്റെ അടിയാധാരം ചോദിച്ച്. അത്ര വേദനിച്ചില്ല നമുക്ക്. മനസ്സിലാക്കണം. അതും കഴിഞ്ഞു അല്ലേ? ലിബറലിസ്റ്റുകൾ വന്നു. എങ്ങനെ വന്നത്? അടുക്കളയിലൂടെ ഇക്കിളിയിട്ട് വന്നു. എന്തേ ലിബറലിസ്റ്റുകൾ നമ്മളോട് പറഞ്ഞത്? നമ്മുടെ ഉമ്മമാരോട് പറഞ്ഞത്, എന്തിനാടി നീ ചാക്കും ധരിച്ച് നടക്കുന്നത്? ഉമ്മാക്കും തോന്നി, ശരിയാണല്ലോ, എല്ലാവരും ഇതാ വെൽട്രസിൽ അന്തസ്സായി നടക്കുമ്പോൾ ഞാൻ മാത്രം എന്തിനാ ഈ ചാക്കും ധരിച്ച് നടക്കണേ? ആരാ ഈ ചാക്ക് ധരിക്കുന്നത് എന്ന് ചോദിച്ചത് ലിബറലിസ്റ്റുകളാ. നമ്മുടെ പെമ്മക്കളോട് അവർ പറഞ്ഞു, എന്തിനാണ് ആണും പെണ്ണും, എന്തിനാ വേറെ? ന്യൂട്രാലിറ്റി വേണ്ടേ? ഇക്വാലിറ്റി വേണ്ടേ? നമ്മുടെ പെൺമക്കൾ ചോദിച്ചു, ഇക്വാലിറ്റി വേണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ലിബറലിസ്റ്റുകൾ ചോദിച്ചു, എന്തിനാ കല്യാണം? ബാപ്പ പ്രയാസപ്പെടുന്ന കണ്ടില്ലേ? ഉമ്മ അടുപ്പത്ത് കിടന്ന് വേകുന്നത് കണ്ടില്ലേ? പെമ്മക്കളോട് ലിബറലിസ്റ്റുകൾ പറഞ്ഞു. നമ്മുടെ പെമ്മക്കൾ ചോദിക്കാൻ തുടങ്ങി നമ്മളോട്, എന്തിനാ കല്യാണം? പാർ നടക്കും പറവകളൊന്നും വേളി കഴിക്കാറില്ലല്ലോ. ആരാ ചോദിച്ചു? ലിബറലിസ്റ്റുകൾ. അത് നമ്മുടെ മക്കള് ഏറ്റെടുത്തു. അവർക്കും വേണ്ട നമ്മൾ ഇസ്ലാം വിടണം എന്നാണ്, ദീൻ വിടണം എന്നാണ്, ഇസ്ലാം വിടണം എന്നാണ്. അപ്പൊ ഇവർക്കൊക്കെ ഇസ്ലാം വിടണം. ഇതുപോലെ തന്നെ ജൂതന്റെ ആ സിദ്ധാന്തം സ്വീകരിച്ച് കടന്നു വന്ന ആളുകൾ നമ്മുടെ ദീൻ വിടണം. അതിന് പല രൂപത്തിൽ നെഹ്സായി നമ്മളെ കൊണ്ട്, ഈമാനുള്ള നമ്മളെ കൊണ്ട്, ഏത് വിശ്വാസമല്ല, ഏത് വിശ്വാസം ഉണ്ടാകണമെന്നുള്ള പറഞ്ഞ സമൂഹം, കുല്ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. കുൽ, നീ പറയണേ, പ്രഖ്യാപിക്കണേ, ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എനിക്ക് വിധിച്ചതല്ലാതെ, അല്ലാഹു എനിക്ക് രേഖപ്പെടുത്തിയതല്ലാതെ വേറൊന്നും എന്നിൽ സംഭവിക്കുകയില്ല കേട്ടോ. കുരുത്തക്കേട് കിട്ടും എന്ന് പറഞ്ഞപ്പോഴും, അതല്ല പ്രയാസം ഉണ്ടാകും എന്ന് പറഞ്ഞപ്പോഴും, നിനക്ക് ശാപം വന്നു പോകടോ എന്ന് പറഞ്ഞപ്പോഴും, നിനക്ക് ശകുനം ബാധിക്കുമെന്ന് പറഞ്ഞപ്പോഴും, ഒരു മുഅ്മിനായ മനുഷ്യൻ പറയാണ്, ലയുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, അല്ലാഹു എനിക്ക് വിധിച്ചത് വലിയ രോഗമാണെങ്കിൽ അതെന്നെ ബാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു എനിക്ക് വിധിച്ചത് കഷ്ടതയാണെങ്കിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും. അല്ലാഹു എനിക്ക് വിധിച്ചത് സൗഖ്യമാണെങ്കിൽ അത് ബാധിക്കുക തന്നെ ചെയ്യും.
അതേ എനിക്ക് സംഭവിക്കുന്നത് മുഴുവനും റബ്ബ് രേഖപ്പെടുത്തിയത് മാത്രമാണ്. ഹുവ മൗലാന, ആ റബ്ബാണ് ഞങ്ങളുടെ മൗല, ആ റബ്ബ് മാത്രമാണ് ഞങ്ങളുടെ രക്ഷാധികാരി. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, അതുകൊണ്ട് മുഅ്മിനുകളായ ആളുകൾ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ എന്ന് പഠിപ്പിക്കപ്പെട്ട ജനത. പക്ഷെ വീടിന് കുറ്റിയടിക്കുമ്പോൾ എൻ്റെ കൈ പറക്കും. കട്ടള വെക്കുമ്പോൾ ഒരു ടെൻഷനാ, ഹേയ് എന്തെങ്കിലും ചെയ്യാതെ പോകുന്നുണ്ടോ, ചെയ്യാതിരുന്നിട്ട് വേണ്ട. അങ്ങനെ വീട് വെച്ചപ്പോൾ അതിൻ്റെ അടിയിലൊരു വെറ്റിലയും അതിനകത്ത് 2 ചെത്തിപ്പൂവും നാണയം ഒക്കെ വെക്കുകയാണ്. ആര്? മുസ്ലിം. മുഹറത്തിലോ ബേജാറ്. എവിടുന്ന് കിട്ടിയ സംസ്കാരം? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റഹിമഹുല്ലാഹ്, മുഖ്യ ഷാഫി മദ്ഹബുകാരനാണ്. പൊന്നാനിയിലെ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദാണ്. ഫത്ഹുൽ മുഈൻ എഴുതിയ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദായ ഇബ്നു ഹജർ ഹൈതമിയോട് ആളുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, നഹ്സിനെ സംബന്ധിച്ച് നഹ്സുണ്ടോ? ആളുകൾ നല്ല സമയം നോക്കി പോകുന്നുണ്ട്, ദോഷ സമയം നോക്കുന്നുണ്ട്, അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്താണെന്നറിയുമോ? ലാ യുജാബു ഇല്ലാ ബിഇറാദി അൻഹു വതസ്ഫീഹി മാ ഫഅലഹു വയുബയ്യിനു ലഹു ഖുബ്ഹഹു. ഒരു നിലക്കും അത് അംഗീകരിക്കില്ല. അതിനെ നിഷേധിച്ചുകൊണ്ടും അതിനെ കുബ്ഹ് വെളിച്ചമാക്കിക്കൊണ്ടുമല്ലാതെ മറുപടി ഇല്ല കേട്ടോ. ഒരു നിലക്കും അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, അത് ജൂതന്മാരുടെ മാർഗമാണ്, യഹൂദിയുടെ മാർഗമാണ്. ഫലസ്തീനിലെ മക്കളെ കൊല്ലുന്നവന്റെ മാർഗമാണത്, അത് ജൂതന്റെ വഴിയാണ്. വഅന്ന ദാലിക മിൻ സുന്നത്തിൽ യഹൂദ്, ഈ നഹ്സ് നോക്കി പോകുന്ന സമ്പ്രദായം ജൂതന്റെ ഏർപ്പാടാണ്. ആരാ പറയണത്? ഇബ്നു ഹജർ ഹൈതമി. എന്നിട്ട് അദ്ദേഹം പറയാണെന്ത്? ലാ മിൻ ഹദിയിൽ മുസ്ലിമീൻ, അത് മുസ്ലിമീങ്ങളുടെ മാർഗമല്ല. എങ്ങനെയുള്ള മുസ്ലിം? കാനേശുമാരി മുസ്ലിമല്ല. OBCയിൽ പെടാൻ, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഈ പറയുന്ന ന്യൂനപക്ഷത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത് നക്കാൻ ഉള്ള ആ പേര് കൊടുത്തിട്ട് മുസ്ലിം എന്ന് പറയുന്ന ആ ജാതിയല്ല, കാനേശുമാരിയല്ല. ലാ മിൻ ഹദിയിൽ മുസ്ലിമീനൽ മുതവക്കിലീന അലാ ഖാലിഖിഹിം വബാരിഇഹിം അല്ലദീന ലാ യഹ്സിബൂന വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്ന, ഖാലിഖായ ബാരിആയ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അല്ലാഹുവിൽ തവക്കുലാക്കുന്ന മുസ്ലിമീങ്ങളുടെ മാർഗമല്ല നഹ്സ്. നേരെ മറിച്ച് അത് ജൂതന്റെ വഴിയാണ്, യഹൂദിയുടെ മാർഗമാണ് എന്ന് വളരെ കൃത്യമായി ഇതാ പണ്ഡിത ലോകം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. പക്ഷെ നമ്മുടെ ഉമ്മത്ത് ഏറ്റെടുക്കുകയാണ്. ഉമ്മത്തിലെ നഹ്സ് എന്തെല്ലാം തരത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ സംഗതികളുണ്ടോ അത് മുഴുവൻ ചെയ്യാണ്. ഇപ്പം മാണിയൂർ ഉസ്താദ് മരിച്ചു, ഇപ്പം എന്താ ഹാല്? മാണിയൂർ ഉസ്താദ് മരിച്ചപ്പോൾ എന്താ ഹാല്? വീടിൻ്റെ ഉള്ളിൽ കുഴി കുത്തിയാണ്, എന്നിട്ട് അവിടെ തന്നെ ജാറങ്ങോട്ട് പൊക്കി. എന്തേ മക്കബറയില്ലേ? ഉണ്ട്, പക്ഷേ കൊണ്ട് വിട്ടാൽ പ്രശ്നമാണ്. കാര്യം ചെയ്ത് ഇത് വലിയൊരു വരുമാനമായിട്ട് തന്നെ, സ്വന്തം തന്നെ ഒരു വരുമാനമാക്കുകയാണ്. എന്തിനാണ് നഷ്ടക്കച്ചവടത്തിന് നിൽക്കുന്നത്? എന്നാൽ ഇസ്ലാമിക ലോകം വളരെ കൃത്യമായി പറഞ്ഞു. ഇതേ ഇബ്നു ഹജർ ഹൈതമി തന്നെ അദ്ദേഹം കിതാബു സവാജിർ എന്നൊരു കിതാബ് എഴുതിയിട്ട് അതിൽ വൻപാപങ്ങളെ എണ്ണിയ കൂട്ടത്തിൽ പറഞ്ഞതൽ കബീറത്തു സാലിസത്തു വറാബിഅത്തു വൽ ഖാമിസത്തു വസ്സാദിസത്തു വസ്സാബിഅത്തു വസ്സാമിനത്തു വത്തിസ്ഊന, 93-ാമത്തതും 94-ാമത്തതും 95-ാമത്തതും 96-ാമത്തതും 97-ാമത്തതും 98-ാമത്തതുമായ വൻ പാപങ്ങൾ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 എന്നിങ്ങനെ വൻ പാപങ്ങൾ. 1 ശിർക്ക്, 2 സിഹർ, ഇങ്ങനെ തുടങ്ങിയിട്ട് 96-ഉം 97-ഉം 98-ുമായ വൻപാപങ്ങൾ. ഇത്തിഹാദുൽ ഖുബൂരി മസാജിദ, ഖബറുകളെ പള്ളിയാക്കുക എന്നുള്ളത് വൻപാപങ്ങളിൽപ്പെട്ടതാണ്. വഈഖാദു സുറുജി അലൈഹ, അവിടെ പ്രത്യേകമായി വിളക്ക് കത്തിക്കൽ, അതിനുവേണ്ടി പ്രത്യേകമായി ഖബറിന്റെ അടുക്കൽ പോയിട്ട് വിളക്ക് കത്തിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, അങ്ങനെ ചെയ്യുക എന്നുള്ളതും. വത്തിഹാദുഹ ഔസാന, അത് വിഗ്രഹമാക്കുക എന്നുള്ളതും. വത്തവാഫു ബിഹ, അവിടെ പോയി തവാഫ് ചെയ്യുക എന്നുള്ളതും. വസ്തിലാമുഹ, അവിടെ തൊട്ട് തടവുക എന്നുള്ളതും. വസ്സലാത്തു ഇലൈഹ, അതിലേക്ക് തിരിഞ്ഞു നിസ്കരിക്കുക എന്നുള്ളതും. 93 മുതൽ അത് 96 മുതൽ 98 വരെയുള്ള വൻപാപങ്ങളാണ് പഠിപ്പിക്കുകയാണ്. അതാരാ പഠിപ്പിച്ചത്? ഈ ഉമ്മത്തിലേക്ക് അത് തന്നത് യഹൂദ നസ്രാക്കളാണ്. അവരുടെ വഴിയാണ്. നബി മരിക്കുന്നിടത്ത് പോലെ ചെയ്യരുതെന്ന് പറയാൻ, പക്ഷെ ഉമ്മത്ത് അതിലേക്ക് പോവാണ്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം തിരിഞ്ഞു നടക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന് വേണ്ടി സംസാരിക്കാൻ നമുക്ക് കഴിയണം. റബ്ബിൻ്റെ ദിക്റിലായി ജീവിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ ഈമാൻ പൂർണ്ണമായ അർത്ഥത്തിൽ സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം.
അള്ളാഹുവിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ നെഞ്ചേറ്റാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. അതുകൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ. വേറൊരു വഴിയും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മുന്നിലില്ല. രക്ഷപ്പെടാൻ വേറെ ഒരു വഴിയുമില്ല, വേറെ ഒരു മാർഗവുമില്ല. സർവ്വതും അള്ളാഹുവിനെ സമർപ്പിച്ച് പൂർണ്ണമായ തൗഹീദിൽ, ഒരു നിലക്കും വെള്ളം ചേരാത്ത രൂപത്തിൽ പൂർണ്ണമായ തൗഹീദിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറഞ്ഞതുപോലെ എൻ്റെ അടുക്കൽ ജയിക്കണമെങ്കിൽ നിന്റെ നമ്പറുകളൊന്നും നടക്കൂല എന്നല്ലേ അള്ളാഹു പറഞ്ഞത്. സാധാരണ നമ്മൾ നടത്തുന്ന നമ്പറുകളൊന്നും പറ്റൂല എന്നല്ലേ റബ്ബ് പറഞ്ഞത്. യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. നമുക്കറിയാം, ഒരു കേസിൽ പെട്ടാൽ നമ്മൾ ഊരാൻ നോക്കുകയാണ്. പൈസ കൊടുത്തിട്ട്, കോഴ കൊടുത്തിട്ട്, കൈക്കൂലി കൊടുത്തിട്ട്. മനുഷ്യന്റെ സ്വഭാവം അതാണ്. അവിടെ അള്ളാഹ് പറഞ്ഞത് ഇല്ലട്ടോ, യൗമ ലാ യൻഫഉ മാലു വലാ ബനൂൻ, സമ്പത്ത് ഉപകരിക്കാത്തൊരു ദിവസം നിനക്ക് വരാനുണ്ട്, മക്കൾ ഉപകരിക്കാത്തൊരു ദിവസം നിനക്ക് വരാനുണ്ട്, വാപ്പയും ഉമ്മയും ഉപകരിക്കാത്തൊരു ദിവസം നിനക്ക് വരാനുണ്ട്. അതാ റസൂൽ തന്നെ സ്വന്തം മകളെ വിളിച്ച് പറഞ്ഞത്, ഫാത്തിമ നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്, നീ എൻ്റെ കരളിൻ്റെ കഷ്ടമാണ്, പക്ഷേ അങ്കിദീ നഫ്സികി മിനന്നാർ, മോളെ നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ, നീ നിന്റെ തടിയെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ മകളെ. ഉപ്പയുടെ സമ്പത്തിൽ നിന്ന് എത്ര വേണമെങ്കിലും ചോദിച്ചോ, ഉപ്പക്ക് തരാൻ കഴിഞ്ഞെന്ന് വരാം, പക്ഷേ അള്ളാഹുവിന്റെ മുന്നിൽ വന്നിട്ട് മുഹമ്മദിന്റെ മകളാണെന്ന് പറഞ്ഞൊന്നും വാങ്ങാൻ കഴിയില്ല മോളെ. നീ എൻ്റെ കരളിന്റെ കഷ്ടമാണ്, പക്ഷേ റബ്ബിന്റെ മുന്നിൽ വന്നിട്ട് എൻ്റെ മകളാണെന്ന് പറഞ്ഞൊന്നും നേടാൻ നിനക്ക് കഴിയില്ല. ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, എൻ്റെ മകളാണെന്ന പേര് പറഞ്ഞിട്ട് അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വാങ്ങിത്തരാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് സ്വന്തത്തെ അള്ളാഹുവിൻ്റെ മുന്നിൽ അള്ളാഹു ഒരുക്കിയ അദാബായ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളാനുള്ള പണിയെടുത്തുകൊള്ളണേ എന്ന് മകളോടാ പറഞ്ഞത്. അതാണ് ഖുർആനും പറയുന്നത്. അതെ, ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ആഖിറത്തിൽ വരുന്ന നേരത്ത് കെട്ടുബന്ധം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, കുടുംബബന്ധം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല, സ്നേഹബന്ധം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല. ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ പിന്നെ ബന്ധങ്ങൾ പറഞ്ഞു വരാനും കഴിയില്ല. ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. ഓരോരുത്തരും ഇൻഡിവിജ്വലായി, ഓരോരുത്തരും വേറെ വേറെയായി ശുദ്ധമായ കൽബിന്റെ ഉടമകളായി വരണമെന്നാ പറഞ്ഞത്. സലാമത്തുള്ള കൽബിന്റെ ഉടമകളായി വരാനാ പറഞ്ഞത്. സലാമത്തുള്ള കൽബ് എന്ന് പറഞ്ഞാൽ അള്ളയുള്ള കൽബാണ്, അള്ളയുള്ള കൽബാണ്. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറഞ്ഞതുപോലെ, അതേ ആ നൂനിയയിൽ വിശദീകരിച്ചതുപോലെ, ഫൽ ഖൽബു ബൈത്തുർ റബ്ബി ജല്ല ജലാലുഹു ഹുബ്ബൻ വ ഇഖ്ലാസൻ മഅൽ ഇഹ്സാനി. ഒരു കൽബ് സലാമത്താകണമെങ്കിൽ ഫൽ ഖൽബു ബൈത്തുർ റബ്ബി, ആ കൽബ് അള്ളാഹുവിന്റെ ബൈത്തായ കൽബാണോ, അള്ളാഹുവിന്റെ വീടായ കൽബാണോ, ആ കൽബാണ് സലാമത്തായ കൽബ്. ബൈത്തുള്ള എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം ചൂണ്ടിയിട്ട് പറയാണത് ബൈത്തുള്ളയാണ്, അഥവാ പള്ളിയാണ്. ആ പള്ളി ഇഷ്ടികൾ കൊണ്ട് കെട്ടപ്പെട്ട പള്ളി, ആ പള്ളി ചൂണ്ടി പറയുന്നതിന് മുമ്പ് ഫൽ ഖൽബു ബൈത്തുർ റബ്ബി, വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയത്തെ ചൂണ്ടി സ്വന്തം നെഞ്ചിലേക്ക് ചൂണ്ടി പറയണം, ഇത് ബൈത്തുള്ളയാണ്, ഇത് അള്ളാഹുവിന്റെ ഭവനമാണ്, ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആലയുണ്ട്, ഇവിടെ റബ്ബ് സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള ഓർമ്മയുണ്ട്, ഇവിടെ അള്ളാഹുവിനുള്ള ദിക്റുണ്ട്, ഇവിടെ അള്ളാഹുവിനോടുള്ള മഹബ്ബത്തുണ്ട്, ഇവിടെ അള്ളാഹുവിനോടുള്ള ഇഖ്ലാസ് ഉണ്ട്, ഇവിടെ ഇഹ്സാനുണ്ട്. അതുകൊണ്ട് തന്നെ റബ്ബിനെ ഇബാദത്ത് ചെയ്യുമ്പോൾ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, അല്ലാഹുവിനെ കാണുന്നത് പോലെ എനിക്ക് അള്ളാഹുവിനെ സുജൂദ് ചെയ്യാൻ കഴിയുന്നുണ്ട്, റബ്ബിനെ കാണുന്നത് പോലെ അള്ളാഹുവിനെ റുക്കൂ ചെയ്യാൻ എനിക്ക് കഴിയുന്നുണ്ട്, അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനുമായി മുനാജാത്ത് നടത്താൻ എനിക്ക് കഴിയുന്നുണ്ട്. അതല്ല ഫഇൻ ലം തകുൻ തറാഹു, ആ ദറജയിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിനെ താഴത്തെ സ്റ്റെപ്പിൽ നിന്നെങ്കിലും, അഥവാ റബ്ബിനെ ഞാൻ കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അവൻ നിന്നെ കാണുന്നുണ്ടെന്ന ബോധത്തോടെ ആ റബ്ബിനെ ഇബാദത്ത് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ കൽബിനെ പരിവർത്തിപ്പെടുത്തിയിട്ട് ആ കൽബിനെ മാറ്റിയെടുത്തിട്ട് ഹുവല്ലദീ ഹമ്മുഹു കുല്ലുഹു ലില്ലാഹ്, അവന്റെ സർവ്വ ടെൻഷനും അല്ലാഹുവിന്റെ വിഷയത്തിലാണ്, അവന്റെ സർവ്വ ടെൻഷനും അല്ലാഹുവിന്റെ വിഷയത്തിലാകണം.
ഹമ്മ മുഴുവനും അള്ളാഹുവിന്റെ വിഷയത്തിലാകണം. കാരണം അവനെല്ലാം ചെയ്തിട്ടും അവന്റെ കൽബിങ്ങനെ വിറക്കുകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ വഖുലൂബുഹും വജ്ലത്തുൻ, അവർ ഹൃദയം ഇങ്ങനെ വിറക്കുമെന്ന് ഖുർആൻ പറഞ്ഞില്ലയോ? ആയിഷ ബീവി ആയത്ത് കേട്ടില്ലയോ? ആയിഷ ബീവി റസൂലുള്ളാഹിയോട് ചോദിച്ചത്, റസൂലേ എന്താണ് അവരുടെ കൽബ് ഇങ്ങനെ വിറക്കുന്നത്? ഹുമുല്ലദീന യസ്നൂന വയസ്രിഖൂന, അവർ മോഷ്ടാക്കളാണോ നബിയേ? അവർ വ്യഭിചാരികളാണോ നബിയേ? അവർ കള്ളുകുടിയന്മാരാണോ നബിയേ? വജ്ലത്ത് ഖുലൂബുഹും, അവരുടെ കൽബ് ഇങ്ങനെ വിറക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? എന്താണ് അവർക്ക് ടെൻഷൻ ഉണ്ടാകാൻ, കൽബ് വിറക്കാൻ കാരണമെന്ന് ആയിഷ ബീവി റസൂലുള്ളാഹിയോട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ മറുപടി, ലാ യാ ബിന്ത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ ആയിഷ, നീ പറഞ്ഞതുപോലെ കൽബ് വിറക്കുന്ന മനുഷ്യരെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഹുമുല്ലദീന ലാ യസ്നൂൻ വലാ യശ്റബൂനൽ ഖംറ, അവർ കള്ളു കുടിക്കുന്നവരല്ല, അവർ വ്യഭിചാരികളല്ല, അവർ മോഷ്ടാക്കളല്ല, അവർ തോന്നിവാസികളല്ല. നേരെ മറിച്ച് ഹുമുല്ലദീന യുസല്ലൂന വയസൂമൂന, അവർ നിസ്കരിക്കുന്നവരാണ്, നോമ്പ് നോക്കുന്നവരാണ്, രാത്രികാലങ്ങളിൽ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടി എഴുന്നേറ്റ് വരുന്നവരാണ്. പക്ഷേ അവർ റബ്ബിന്റെ മുന്നിൽ വെച്ചത് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന ടെൻഷൻ കൊണ്ട് അവരുടെ കൽബിങ്ങനെ വിറക്കുകയാണ്. നിസ്കരിച്ച് 2 റക്അത്ത് ഇട്ട് എറിഞ്ഞു പോകുന്നവരല്ലവര്, കേവലം ഒരു നോമ്പ് എറിഞ്ഞു പോകുന്നവരല്ലവര്, ഒരു പ്രസംഗം നടത്തി എറിഞ്ഞു പോകുന്നവരല്ലവര്, ഒരു പരിപാടി നടത്തി എറിഞ്ഞു പോകുന്നവരല്ലവര്. അല്ലാഹുവിന്റെ മുന്നിൽ ഞാൻ വെച്ചത് അത്തഹിയ്യാതു അൽ മുബാറകാതു ത്വയ്യിബാതു ലില്ലാഹ്, അസ്സലവാതു ലില്ലാഹ്, അത്വയ്യിബാതു ലില്ലാഹ്, അൽ മുബാറകാതു ലില്ലാഹ്. എൻ്റെ എല്ലാ തിരുമുൽ കാഴ്ചകളും അല്ലാഹുക്കുള്ളതാണ്, എൻ്റെ എല്ലാ മുബാറകാത്തുകളും അല്ലാഹുക്കുള്ളതാണ്, എൻ്റെ എല്ലാ വിശിഷ്ടമായതും അല്ലാഹുക്കുള്ളതാണ്. ഇങ്ങനെ അല്ലാഹുവിനെ ഞാൻ വെച്ച് നീട്ടിയത് അല്ലാഹ് സ്വീകരിച്ചോ ഇല്ലയോ എന്ന ടെൻഷൻ കൊണ്ട് വഹമ്മുഹു കുല്ലുഹു ഫില്ലാഹ്, അവരുടെ ഹമ്മ മുഴുവനും, അവരുടെ ടെൻഷൻ മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിലാവുകയാണ്. വഖസ്തുഹു ലില്ലാഹ്, അവരുടെ ലക്ഷ്യം അല്ലാഹ് മാത്രമാണ്. അവരെന്ത് ചെയ്താലും, അവരെന്ത് പ്രവർത്തിച്ചാലും, ഒരു നേരത്തെ ആഹാരം ഒരുത്തിന് വാങ്ങിക്കൊടുത്താൽ പോലും, അവർ ഏതെങ്കിലും തരത്തിൽ ദുരിതാശ്വാസം ചെയ്താൽ, അവര് മെഡിസിൻ വാങ്ങിക്കൊടുത്താൽ, സകാത്ത് കൊടുത്താൽ, സദഖ ചെയ്താൽ, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ, ഇത് നാളത്തെ പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലടാ, നേരെ മറിച്ച് ഞാൻ നിനക്കിത് തന്നതിന്റെ പേരിൽ ഒരു നന്ദി പോലും തിരിച്ചു നീ എന്നോട് പറയേണ്ടതില്ല, ഇതിന് പകരമായി ഒരു പ്രത്യുപകാരവും എന്നോട് ചെയ്യേണ്ടതില്ല. ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ്, എനിക്ക് വേണ്ടത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാണ്. അതാണ് അല്ലാഹുവിനെ മാത്രം ലക്ഷ്യം കാണുകയാണ്. മാത്രമല്ല വബദനുഹു ലഹു, അവന്റെ ശരീരം, അവന്റെ സിരകൾ, അവന്റെ നാഡികൾ, അവന്റെ സെല്ലുകൾ അല്ലാഹുവിന് കൊടുക്കാൻ ഒരുക്കമാണ്. അതേ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു യുദ്ധവേളയിൽ പ്രവാചകന്റെ വിരലിലൂടെ ഒരു വാളിങ്ങനെ വന്ന് ചെത്തിപ്പോകുമ്പോ, പ്രവാചകന്റെ വെല്ലിങ്ങനെ മുറിഞ്ഞിട്ട് പുറത്തേക്ക് രക്തം ഇങ്ങനെ തെറിക്കുമ്പോ, ആ വെല്ലുയർത്തി അല്ലാഹുവിന്റെ റസൂൽ വിരലിനോട് പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ഹൽ ഇസ്ബഉൻ, ഹൽ ഇസ്ബഉൻ, അതേ നീ ഒരു വിരൽ മാത്രമാണ്, ദമീത്, ചോരയൊലിക്കുന്ന വിരൽ മാത്രമാണ്. എന്നാൽ നീ അറിഞ്ഞുകൊള്ളുക, ഇത് അല്ലാഹുവിന് വേണ്ടിയുള്ള രക്തമാണ്, റബ്ബിന് വേണ്ടിയുള്ള വേദനയാണ്, അല്ലാഹുവിന് വേണ്ടി ഏറ്റ മുറിവാണ്. അതാണ് വബദനുഹു ലഹു, ശരീരം വേണോ അല്ലാഹുവിന് കൊടുക്കാൻ ഒരുക്കമാണ്. വഅഅമാലുഹു ലഹു, പ്രവർത്തനങ്ങൾ അഖിലം അല്ലാഹുവിന് വേണ്ടിയാണ്, റബ്ബിന് വേണ്ടിയാണ്. വനൗമുഹു ലഹു, അവസാനത്തെ ഉറക്കം പോലും അല്ലാഹുവിന് വേണ്ടിയാണ്. ഉറങ്ങുന്നത് പോലും അല്ലാഹ്ക്ക്, ഉറക്കം പോലും അല്ലാഹ്ക്ക്. അതുകൊണ്ടാ വുളു എടുത്തുറങ്ങുന്നത് മുഅ്മിൻ. വിശ്വാസി വുളു എടുത്ത് വന്ന് വലതു ഭാഗം ചെരിഞ്ഞു കിടന്നിട്ട് റബ്ബിനോട് പറയാണ്. ആരോടാ പറയുന്നത്? പാതിരാത്രികളിൽ തോണ്ടിക്കളിച്ചിട്ട് ഏതെങ്കിലും മെസ്സേജുകൾക്ക് മറുപടി പറഞ്ഞു കിടന്നുറങ്ങുകയല്ല മുഅ്മിൻ. നേരെ മറിച്ച് അവൻ ചാറ്റ് ചെയ്യുന്നത് റബ്ബുൽ ആലമീനോടാണ്, അവൻ മെസ്സേജ് അയക്കുന്നത് റബ്ബിനോടാണ്. എന്താണ് അവൻ പറയുന്നത്? അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക് വഫവ്വൽതു അംരി ഇലൈക് വഅൽജഅതു ളഹ്രി ഇലൈക് റഗ്ബതൻ വറഹബതൻ ഇലൈക് ലാ മൻജഅ വലാ മൽജഅ മിൻക ഇല്ലാ ഇലൈക്
ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത. ഒരു വിശ്വാസിയായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ അവസാനം അയക്കുന്ന മെസ്സേജാണ്, അവസാനം അവൻ അയക്കുന്ന ചാറ്റാണ്, അവൻ നടത്തുന്ന ചാറ്റിംഗ് ആണ്, അവസാനത്തെ മെസ്സേജാണ്. ആ മെസ്സേജ് അർശിന്റെ ഉടമയായ റബ്ബുൽ അർശായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവൻ അയക്കുന്ന മെസ്സേജാണ്. ആ മെസ്സേജിൽ അവൻ പറയുന്നത് അല്ലാഹുമ്മ അസ്ലംതു നഫ്സി ഇലൈക്, അല്ലാഹുവേ ഞാൻ എന്നെ നിനക്ക് തന്നു കഴിഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാൻ എന്നെ തന്നു കഴിഞ്ഞിട്ടുണ്ട് അല്ലാഹ്. വഫവ്വൽതു അംരി ഇലൈക്, എൻ്റെ ജീവിതത്തിൽ നിരവധി അനവധി പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേ ആഭ്യന്തര വിഷയങ്ങളുണ്ട്, അടുക്കള വിഷയങ്ങളുണ്ട്, മക്കളുടെ വിഷയമുണ്ട്. അങ്ങനെ ഞാനുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വിഷയങ്ങളുണ്ടോ അത് മുഴുവനും വഫവ്വൽതു അംരി ഇലൈക്, എല്ലാം പരിഹരിക്കാൻ കഴിയുന്ന, എല്ലാം ഏറ്റെടുക്കാൻ കഴിയുന്ന അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ്. മാത്രമല്ല റബ്ബേ, ഞാൻ നിന്നിലേക്ക് എന്നെ ചാച്ചു കടത്തിയിരിക്കുകയാണ്. നിനക്കെന്തും ചെയ്യാവുന്ന രൂപത്തിൽ നിന്നിലേക്ക് ഞാൻ എന്നെ ചാച്ചു കടത്തിയിരിക്കുകയാണ്. ലാ മൽജഅ വലാ മൻജഅ മിൻക ഇല്ലാ ഇലൈക്, അല്ലാഹുവേ നീയല്ലാതെ എനിക്കൊരു അഭയമില്ല, അല്ലാഹുവേ നീയല്ലാതെ ഒരു ആശ്രയം എനിക്കില്ല, അല്ലാഹുവേ നീയല്ലാതെ വേറൊരു കേന്ദ്രം എനിക്കില്ല, അല്ലാഹുവേ നീയല്ലാതെ വേറൊരു പ്രതീക്ഷ എനിക്കില്ല, അല്ലാഹുവേ നിന്നെയല്ലാതെ വേറൊരാളെ ഭയപ്പെടാൻ എനിക്കില്ല, അല്ലാഹുവേ നിന്നിലല്ലാതെ പ്രതീക്ഷയർപ്പിക്കാൻ വേറെ ഒരാളുമില്ല. ആമന്തു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ അവതരിപ്പിച്ച കിതാബായ ഖുർആനിൽ വിശ്വസിക്കുന്ന, ഖുർആനിന്റെ ആളാണു ഞാൻ. വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച റസൂലിൽ വിശ്വസിക്കുന്ന, നബിയിൽ വിശ്വസിക്കുന്ന ആളാണു ഞാൻ എന്ന അവസാന മെസ്സേജും അല്ലാഹുവിന് അയച്ചിട്ടാണ് ഉറങ്ങുന്നത്. അവസാന മെസ്സേജ് റബ്ബിന് അയച്ചിട്ട് അവൻ ഉറങ്ങുന്നത്. ആ ഉറങ്ങുന്ന മനുഷ്യൻ ഉണരുന്നതോ രാവിലെ നേരത്തെ മാർക്കറ്റിൽ എത്തണമെന്ന് പറഞ്ഞിട്ടല്ല. അവൻ ഉണരുന്നത് രാവിലെ ഇതാ കോളേജിൽ പോകാനല്ല. അവൻ ഉണരുന്നത് മറ്റേതെങ്കിലും ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയല്ല. ഖുർആൻ പറഞ്ഞില്ലയോ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ യഹ്ദറുൽ ആഖിറത വയർജൂ റഹ്മത റബ്ബിഹി ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂൻ വല്ലദീന ലാ യഅലമൂൻ ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്. 3 മണി നേരത്ത് നോക്കുമ്പോ ഇതാ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് ഒരാൾ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അയാൾ സുജൂദിൽ കിടക്കുകയാണ്, അയാൾ റുക്കൂയിൽ നിൽക്കുകയാണ്. അതേ എല്ലാവരും ഉറങ്ങുന്ന നേരത്ത് രാത്രിയുടെ അന്ത്യയാമത്തിൽ അവനിതാ എഴുന്നേറ്റ് വരുന്നു. ഖുർആൻ പറയുന്നു, കണ്ടില്ലയോ, അമ്മൻ ഹുവ ഖാനിതുൻ ആനാ അൽ-ലൈലി സാജിദൻ വഖായിമാ. പുതപ്പിനടിയിലേക്ക് ആളുകൾ പൂണ്ടുപോകുന്ന നേരത്ത് ഒരുത്തനതാ എഴുന്നേറ്റ് നിന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ റുക്കൂ ചെയ്യുകയാണ്, റബ്ബിന് സുജൂദ് ചെയ്യുകയാണ്. എന്തേ പ്രശ്നം? എന്തേ ഇവൻ എഴുന്നേക്കാൻ കാരണം? ഇവൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഭൗതികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് എഴുന്നേറ്റ് വന്നതല്ല. എന്തേ അവൻ എഴുന്നേറ്റ് വന്നത്? യർജൂ റഹ്മത റബ്ബിഹി, അവൻ കൊതിക്കുന്നത് റബ്ബിന്റെ റഹ്മത്താണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ് അവൻ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല അതേ അവൻ ഭയപ്പെടുന്നത് യഹ്ദറുൽ ആഖിറ, റബ്ബിന്റെ ദർബാറിൽ പോയി ആഖിറത്തിൽ നിൽക്കേണ്ടി വരുന്ന പേടിയാണ് അവന്റെ ഖൽബിൽ. റബ്ബിന്റെ റഹ്മത്ത് അവൻ കൊതിക്കുകയാണെന്ന് പറഞ്ഞിട്ടാണ് ഖുർആൻ പറഞ്ഞത്, ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. വിവരമുള്ളവനും വിവരമില്ലാത്തവനും സമമാകുമോ? വിവരം കെട്ടവൻ കിടന്നുറങ്ങുകയാണ്, അവൻ പൂണ്ടുറങ്ങുകയാണ്, അവൻ മറ്റൊരാൾ ഇതാ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, വിവരമുള്ളവനും വിവരമില്ലാത്തവനും ഒരുപോലെയാകുമോ എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? എന്നിട്ട് അല്ലാഹു പറഞ്ഞു, ഇന്നമാ യതദക്കറു ഉലുൽ അൽബാബ്, തലയിൽ കാമ്പുള്ളവന് മാത്രമേ ചിന്തിച്ച് പ്രവർത്തിക്കാൻ കഴിയൂ. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ആ രൂപത്തിൽ ഇൽമുള്ള, വിവരമുള്ള, അറിവുള്ള, അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള, അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിനെ ദിക്ർ ചെയ്യുന്ന, സർവ്വസമയത്തും അല്ലാഹുവിനെ ഓർക്കുന്ന, ഉറങ്ങുന്നതും ഉണരുന്നതും അല്ലാഹുവിന് വേണ്ടി ആക്കി തീർക്കുന്ന തലത്തിലേക്ക് ഉയരാൻ കഴിഞ്ഞാലേ മലക്കുൽ മൗത്ത് വന്ന് യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ എന്ന് വിളിക്കൂ. വെറുതെ വിളിക്കല്ലത്. മലക്കുൽ മൗത്ത് തലയുടെ ഭാഗത്ത് വന്നിട്ട് ഒരു വിളിയുണ്ട് അവസാനം, വാ എന്ന് പറഞ്ഞിട്ട്. ആ വിളി യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന തുർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർദിയ, വാ, റബ്ബിലേക്ക് വാ. അല്ലാഹ് നിന്റെ കാര്യത്തിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. നീ റബ്ബിലും തൃപ്തനായിരുന്നല്ലോ, നീ റബ്ബിൽ തൃപ്തിപ്പെട്ടിട്ടാണല്ലോ ജീവിച്ചത്, അല്ലാഹു നിന്നിലും തൃപ്തിപ്പെട്ടിട്ടുണ്ട്, വാ എന്ന് മലക്കുൽ മൗത്ത് വന്ന് തലയുടെ ഭാഗത്തിരുന്ന് വിളിക്കുമ്പോൾ റാഹത്തായി
ഇറങ്ങിപ്പോകണമെങ്കിൽ, ആ റബ്ബിൻ്റെ വാനലോകത്തേക്ക് സപ്താകാശങ്ങൾ 7 ആകാശങ്ങൾ താണ്ടണമെങ്കിൽ സഹോദരങ്ങളെ, ആ തലത്തിൽ നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ ചുറ്റുപാടുകളെയും നമ്മുടെ അയൽവാസികളെയും ഒക്കെ പരിവർത്തിപ്പിക്കണം. സംസാരിക്കണം, അവരോട് ദീൻ സംവദിക്കണം. ഇതുപോലെയുള്ള സദസ്സുകൾ, ഓഡിറ്റോറിയങ്ങൾ ഒതുങ്ങിപ്പോകരുത്. വീടുകളിൽ, അങ്ങാടികളിൽ, സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് റസൂലുള്ളാഹി ഉക്കാല ചെന്ന് പ്രസംഗിച്ച് ആളുകൾ ഇവിടുന്നിടത്തൊക്കെ ചെന്നിട്ട് പ്രസംഗിക്കുകയാണ്. ചന്തകളിൽ ആ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ, ദഅവാ പ്രവർത്തനങ്ങൾ, തൗഹീദിൻ്റെ പ്രവർത്തനങ്ങൾ, പ്രബോധന പ്രവർത്തനങ്ങളൊക്കെയായി മുന്നോട്ട് പോയാൽ ഇൻഷാ അള്ളാഹു സ്വീകരിക്കുന്ന അവൻ്റെ അഹ്ലുകാരായി നമുക്ക് മാറാൻ സാധിക്കും. ആ നിലയിൽ റബ്ബ് നമ്മെ സ്വീകരിക്കട്ടെ. നമ്മൾ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ സർവമാന പാപങ്ങളും അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. റഹ്മാനായ റബ്ബ് അവൻ്റെ വിശിഷ്ടരായ ദാസന്മാരിൽ നാം ഏവരെയും റബ്ബ് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഉപ്പമാർ, ഉമ്മമാർ, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഏറ്റവും തയ്യിബായി പരിശുദ്ധരായി തൗബ ചെയ്ത് മരിക്കാനുള്ള അവസരം റബ്ബ് സുബ്ഹാനഹു വ തആല തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.